പ്രൈസ് ലോർഡ്. വി വിറ്റ്നസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മിഷണറി എക്സ്പീരിയൻസുമായിട്ടാണ് ഇന്നത്തെ ടെസ്റ്റിമണിയുമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാതക്കൊള്ളം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണം. ഞങ്ങൾ മറ്റുമായി സമർപ്പിക്കുന്നു. പ്രത്യേകമായി കർത്താവേ, സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആസ്വാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയുണ്ടാകണം. ക്രോശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുന്നു. അങ്ങനെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമുഖത്തോടത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് കർത്താവിൻ്റെ ദാസി സതി തോമസ് സിസ്റ്ററാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ഛത്തീസ്ഗഡിൽ നിന്നല്ലേ? അതെ. നമ്മുടെ ചാനലിൽ വന്ന് പ്രിയപ്പെട്ട പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞിരുന്നു. പാസ്റ്റർ സാബു കൊണോഡിയലിൻ്റെ സഹധർമ്മിണിയാണ്. ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്റർ ഒരു സെഷനിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് വന്നതിൽ. അന്ന് പാസ്റ്റർ പറഞ്ഞിരുന്നു വൈഫിന് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ ക്രമീകരിക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയേറ്റുകയാണ്. സൗ പാസ്റ്റർ സാക്ഷിയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ അറിയാം വ്യത്യസ്തമാകുന്നൊരു ജീവിതാനുഭവമൊക്കെ സിസ്റ്റർക്കുണ്ടെന്ന് അറിയാം. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ജനിച്ചു വരുന്ന കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത സ്വരാജ് എന്ന സ്ഥലത്താണ്. കട്ടപ്പനയ്ക്കടുത്ത് സ്വരാജ് അല്ലേ? ശരി, ഓക്കെ. പാസ്റ്റർ വീടും എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ചിൽ തന്നെ ആയിരുന്നല്ലോ. നെടുങ്കണ്ടം എന്ന സ്ഥലത്ത്, നെടുങ്കണ്ടത്ത് മുണ്ടിയരുമ എന്ന് പറയും. മുണ്ടിയരുമ, ഓക്കെ. ഓ ശരി. അതായത് കട്ടപ്പന കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണം തോന്നുന്നു, മുണ്ടിയരുമ അല്ലേ? കട്ടപ്പനയ്ക്ക് നെടുങ്കണ്ടത്തിന് പ്രത്യേക ബസ് ഉണ്ട്, അവിടെ നിന്ന് പോകണം. ഞാൻ മുണ്ടിയരുമയിൽ പണ്ടെന്നോ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പശ്ചാത്തലം, ജനിച്ചു വളർന്ന കുടുംബവും മാതാപിതാക്കളും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അച്ഛനും അമ്മയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അച്ഛനും അമ്മയും ഞങ്ങൾ 3 മക്കളുമാണ് ഉള്ള കുടുംബമാണ്. 2 സഹോദരിമാർ, 1 സഹോദരനുമാണ്. ഞാൻ നടുവിലത്തെയാണ്. എൻ്റെ മൂത്ത ചേച്ചി, ഇളയത് അനുജൻ. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ശരി. പിന്നെ വിശ്വാസ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? വിശ്വാസ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരത്തെ ഒന്നും വിശ്വാസത്തിലൊന്നും അല്ലായിരുന്നു. അതിനുശേഷമാണ് ആദ്യം അച്ഛനും അമ്മയൊക്കെ കത്തോലിക്ക വെച്ച് അവരുടെ വിവാഹം നടന്നെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെയൊക്കെയും ഞങ്ങൾ ജനിച്ചതിന് ശേഷം മാമോദീസയൊക്കെ മുക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പള്ളിയിൽ പോയ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല, എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പൊ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലായിരിക്കുന്നു പാസ്റ്ററോടൊപ്പം നാളുകളായിട്ടൊരു മിഷണറി അനുഭവമുണ്ട്. നമ്മൾ അതെല്ലാം കേൾക്കാൻ വേണ്ടിയാണ് സിസ്റ്ററെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ, വി വിറ്റ്നസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ദൈവദാസന്മാരുടെ ദാസിമാരുടെ അനുഭവങ്ങൾ കൂടുതൽ വരുന്ന ഒരു സെഷനാണ്. അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ സിസ്റ്റർക്ക് പറയാം, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. തീർച്ചയായും. ഞാനൊരു വാക്യം വായിച്ചിട്ട് തുടങ്ങുകയാണ്. ശരി. 84-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സതി തോമസ് എന്നാണ്. ഞാൻ കേരളത്തില് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത സ്വരാജ് എന്ന പ്രദേശത്താണ് എന്നെ ജന്മദേശം. അവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെയും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനായിട്ടൊരു ചാനലിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അത് ഇത്രത്തോളം പോപ്പുലറായ ആശാദി ചാനലിലൂടെ പറയുവാൻ എനിക്കൊരവസരം ആദ്യമായിട്ട് ലഭിച്ചതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഇതിന് പറയുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവും ഇതേ ചാനലിൽ തന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെയും മുന്നമേ തന്നെ ആശാദി ചാനലിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങൾ അനേകരുടെ സാക്ഷ്യങ്ങൾ
ഇതിലൂടെ കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് തന്നെ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് പാസ്റ്ററെ, ഒരു വലിയ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമാണ് ഈ ആശാദി ചാനൽ. ഇനി എത്രത്തോളം ഈ ദിവസം വരെ എത്രത്തോളം ഈ ആശാദി ചാനൽ ആയിരിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമാകുന്ന കർത്താവ് നിങ്ങളെ വളർത്തുമാറാകട്ടെ. അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. വിശ്വസ്തയോട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവായ യേശു നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പാസ്റ്റർ. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന് ഇടുക്കിയിലെ സ്വരാജ് എന്ന പ്രദേശത്താണ്. അച്ഛനും അമ്മയും ഉണ്ട് എനിക്ക്. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ 2 സഹോദരിമാരും 1 സഹോദരൻ. ഞാൻ നടുവത്തെയാണ്. എനിക്ക് മുതിർന്ന ഒരു ചേച്ചി, എൻ്റെ ഇളയത് അനുജൻ. ഞങ്ങളുടെ 3 മക്കളുടെയും കല്യാണം ഒക്കെയും കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ വിവാഹം നടന്നത് കത്തോലിക്ക പള്ളിയിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ വിവാഹം നടന്നത്. ഞങ്ങൾ ജനിച്ചതിന് ശേഷം ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കുവാനായിട്ടൊക്കെയും ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഒന്നിച്ചു പള്ളിയിൽ, എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾ പള്ളിയിൽ പോയതായിട്ടോ അങ്ങനെ ഒന്നിച്ചോ അവരല്ലാതെ അവര് തമ്മിൽ പള്ളിയിൽ പോകുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടും ഒന്നുമില്ല. ഇങ്ങനെ എന്റെ തിരിച്ചറിവിൽ ഞങ്ങളുടെ അറിവായ പ്രായമോ അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ കുറെ കാലങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. അമ്പലവും ഇല്ല, പള്ളിയും ഇല്ല, അങ്ങനെ കടന്നു പോകുന്നൊരു കാലഘട്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറയാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്യുന്നവരാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ പണിക്ക് പോകുന്നതിനിടയിലാവാം അമ്മ പണിയുന്ന ഒരു വീട്ടില്, അവിടെ ഹിന്ദുക്കളായ വീട്ടുകാരുടെ അവിടെയാണ് പണിയാൻ പോകുന്നത്. അവിടെ അവർക്ക് അവരുടെ സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് അവരിങ്ങനെ പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അമ്മയുടെ കൂടെ പണിയുന്നവരൊക്കെ അമ്മയോട് പറഞ്ഞിട്ടാവാം അമ്മ അതിനകത്തോട്ട് ആകൃഷ്ടയായി ഒരു ദിവസം അമ്മ ആ അമ്പലത്തിൽ പോവുകയും അവിടെ കാര്യങ്ങളൊക്കെ പറയുവാനൊക്കെ ഇവിടെയായി തീർന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയോട് അവർ പറഞ്ഞാണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മ അവിടെ പോയി, അവിടെ ഞാനും പോയിട്ടുണ്ട്. എന്നെയും പിന്നെയും കൊണ്ടുപോയി. എന്നെയെന്നെല്ലാം എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെല്ലാം പോയിട്ടുണ്ട്. അവിടെ നിരന്തരം പോകുമായിരുന്നു. അമ്മ അവിടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെയും ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അവിടെ പണിയാൻ പോകുമായിരുന്നു. അന്നേരമൊക്കെയും സന്ധ്യയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ അമ്പലത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു. അവരുടെ പറമ്പിൽ തന്നെയുള്ള അവരുടെ ആരാധനാലയമാണ്. അവിടെ ഒരു ചെറിയ മൺകട്ട കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണത്. ഒരു മുറിയും പിന്നെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമും ഉണ്ട് അതിന്. അവിടെ കുറെ വിഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അമ്മ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ ഇതൊക്കെയും ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയൊക്കെ ഒന്നും ജീവനുള്ളതല്ലെന്നും അവയൊന്നും സംസാരിക്കത്തില്ലെന്നും പ്രവർത്തിക്കില്ലെന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കാർക്കും അറിയില്ല, ഞങ്ങൾക്കാർക്കും പറഞ്ഞു തരാനും ആരുമില്ലല്ലോ. അങ്ങനെ അമ്മ അവിടെ പോയി ക്രമേണ അമ്മ ഈ ശിവപ്രതിഷ്ഠയിൽ അമ്മ അങ്ങ് ശിവഭക്തിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് ആകൃഷ്ടയായി. അമ്മ വലിയൊരു ശിവഭക്തയായി തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. അമ്മ അങ്ങനെ പോയി. അമ്മ അവിടെ തന്നെയല്ല, മറ്റുള്ള എല്ലാ അമ്പലങ്ങളിലും അമ്മ പോകാനായിട്ട് തുടങ്ങി. ഞങ്ങളെയും കൊണ്ടുപോകാൻ തുടങ്ങി. എൻ്റെ സഹോദരനും സഹോദരി അത്രത്തോളം ഒന്നും പോകാറില്ലായിരുന്നു. മിക്കപ്പോഴും അമ്മയുടെ കൂടെ പോകുന്നതൊക്കെ എന്നെയാണ് കൊണ്ടുപോകുന്നത്, ഞാനാണ് പോകുന്നതും. അങ്ങനെ പോകാനായിട്ട് തുടങ്ങി. വീട്ടിൽ താമസം പിന്നെ അമ്മ ചെറിയൊരു നിലവിളക്ക് വാങ്ങിച്ചു. എന്നിട്ട് അതിൽ തിരിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു നാമജപ പ്രാർത്ഥന അമ്മ ആരംഭിച്ചു. തന്നെയുമല്ല, ഒരു പാത്രം മേടിച്ചിട്ട് അതിനകത്ത് ഫ്രഷായ ജലം വെച്ചിട്ട് അതിനകത്ത് തുളസിക്കതിരൊക്കെ ഇട്ട് അവിടെ ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും വെച്ചു. ചെറിയൊരു മണി വാങ്ങിച്ചു, ബെല്ലുണ്ടല്ലോ അതിങ്ങനെ കിലുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് അമ്മ പൂജയും പ്രാർത്ഥനകളും ഒക്കെ അമ്മ തുടങ്ങി. തനിയുമല്ല, അമ്മ ഈ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ അമ്മ ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിക്കുന്നല്ല പറഞ്ഞ് നോയമ്പാണെന്ന് പറയും. അമ്മ അങ്ങനെ നോയമ്പെടുക്കാനായിട്ട് തുടങ്ങി. അന്നമ്മ രാവിലെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. രാവിലെ തന്നെ കുളിച്ച് ഭസ്മക്കുറിയൊക്കെ തൊട്ട്, അവിടുന്ന് കിട്ടുന്ന ഭസ്മമാണ്, അതൊക്കെ തൊട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള, നമ്മളുടെ പോലത്തെ ഒരു പ്രാർത്ഥനയൊന്നും അവർക്കില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അമ്മ നന്നായിട്ട് മുറുക്കുമായിരുന്നു. അമ്മ നല്ല മുറുക്കുന്നൊരു സ്ത്രീയുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഉള്ള അവിടെ മാത്രമല്ല, ഈ അമ്പലം മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത പരിസരത്ത് പിന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ അമ്മ പോകാനായിട്ട് തുടങ്ങി. എന്നെയും അവിടെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അവിടുത്തെ ചില പൂജകളൊക്കെ ചെയ്യിക്കാനായിട്ടും
ഇങ്ങനെ പുഷ്പാഞ്ജലികൾ കാര്യങ്ങളൊക്കെയും ചെയ്യിക്കാനായിട്ടൊക്കെയും അമ്മ എന്നെ പറയുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ പോയി അവിടെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അമ്മയ്ക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയും ജനിച്ചപ്പോൾ മുതലേ അവർ ഹിന്ദുമത വിശ്വാസിത്തെയാണ്. അവരും അമ്മയോട് കൂടെ ചേർന്ന് ദൂരങ്ങളിലുള്ള അമ്പലങ്ങളിലേക്കൊക്കെയും പോകാനായിട്ട് തുടങ്ങി. അങ്ങനെയെല്ലാം പോയി അമ്മ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ ഭയങ്കര ഒരു വിശ്വാസിയായി തീർന്നു. ശിവന്റെ വലിയൊരു ഭക്തയുമായിട്ട് അമ്മ തീരുകയാണ് ചെയ്യുന്നത്. ശേഷം അമ്മയുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ 8 മക്കളാണ്. അമ്മയെ കൂടി 3 സഹോദരിമാരും 5 ആൺമക്കളുമാണുള്ളത്. അവരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത സഹോദരനും ഏറ്റവും ഇളയ സഹോദരനും ഹിന്ദുമത വിശ്വാസത്തിലും ബാക്കിയുള്ളവരൊക്കെയും കാത്തലിക് വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. കാത്തലിക് വിശ്വാസത്തിൽ നിൽക്കുന്നവർക്കൊക്കെയും വളരെ എതിർപ്പുണ്ടായിരുന്നു അമ്മ അങ്ങനെ പോയതിനോടൊക്കെ. അവർക്കൊന്നും ഇതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവരും വരവും പോക്കും ഒക്കെ വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും അമ്മ ഇങ്ങനെ പോവുകയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. നിരന്തരം അമ്മ ഇങ്ങനെ അവിടെയൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം അമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ദൈവത്തിന് മുമ്പിൽ ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കാലങ്ങൾ അങ്ങ് കടന്നുപോയി. അതിനുശേഷം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം പൂർത്തിയായതിനു ശേഷം ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പം എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞു, ഇങ്ങനെ ആന്ധ്രാപ്രദേശ് പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ഒരു പാസ്റ്റാ കൊണ്ടുപോകുന്നത്, നീ വരുന്നോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് വെറുതെ നിൽക്കുവല്ലേ, വീട്ടിൽ അമ്മക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളൊന്നും ഒന്നും ഇല്ലാത്തവരല്ലേ. അപ്പൊ ഞാൻ പോകാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു, അച്ഛനും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ അച്ഛന് ഞങ്ങളെ വേറെങ്ങും വിടുന്നതിനോടോ മറ്റുള്ള ബന്ധുവീടുകളിൽ പോയി താമസിക്കുന്നതിനോടൊന്നും അച്ഛന് താല്പര്യമില്ലായിരുന്നു. അച്ഛൻ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ നിർബന്ധം കൊണ്ട് ഞാൻ പോയി. ഞാനും എൻ്റെ കൂടെ കുറെ പെൺപിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പോയി. ഞങ്ങൾ ചെല്ലുന്ന ഓങ്കോൾ എന്ന പ്രദേശത്താണ് ആന്ധ്രാപ്രദേശില്. അവിടെ ഒരു ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആ സ്കൂളിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. എന്നാലും അവിടെ ചെന്ന് അവിടുത്തെ ആ സ്കൂളിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന സാബു ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇടുക്കിക്കാരന്. അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സണ്ണി ജോർജ് എന്ന വ്യക്തി ഇങ്ങനെ ടീച്ചേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ, ഏജന്റ് ആയിരുന്ന വ്യാജ് മുഖേന അങ്ങനെ കൊണ്ടുവന്ന്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ടീച്ചർമാരെയൊക്കെ അവിടെ പാർപ്പിക്കാറുണ്ട്. 1-2 ദിവസം നിന്നിട്ട് നല്ല നല്ല സ്കൂളുകൾ വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ആ കൂടെ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഞാനും അവിടെ നിന്നും എല്ലാ ടീച്ചർമാരും പോയി. എനിക്ക് അവിടെ ആ സ്കൂളിന്റെ ഏതാണ്ട് 2 കിലോമീറ്ററുകൾക്ക് അടുത്തായിട്ട് തന്നെ ഒരു സ്കൂൾ കിട്ടി. ഒരു തെലുങ്ക് സ്കൂളാണ്. അവിടെ ന്യൂലി സ്റ്റാർട്ടഡ് ആണ് ഇംഗ്ലീഷ് മീഡിയം. നഴ്സറി തൊട്ട് ഫസ്റ്റ് ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ഉള്ളു, ബാക്കി 10th വരെ തെലുങ്ക് മീഡിയമാണ്. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ജോലിക്കായി ചെന്നു. അന്നേരം അവരെന്നോട് പറഞ്ഞോട്ട് ഞായറാഴ്ച വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഇവിടെ ആകുമ്പോൾ മറ്റു മലയാളി ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് മിങ്കിളാകുമല്ലോ, ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തപ്പോഴും അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് ഞായറാഴ്ചക്ക് ഇപ്പുറം അന്ന് ഞാൻ ചെന്നപ്പോൾ ഏതോ ഒരു ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു കുട്ടിയെയും കൂട്ടി, അവിടെ ഹോസ്റ്റലുണ്ട് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയെയും കൂട്ടി ഞാനിങ്ങനെ ഇൻഫന്റ് ജീസസ് സ്കൂളിൽ ചെന്നു. അന്ന് അവിടെ ഞങ്ങൾ ഒരു ഉച്ചവരെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരികെ പോന്നു. പിന്നെ ഞായറാഴ്ച ചെല്ലണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ഞാൻ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്വേഷിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേന് അവരെല്ലാം ഇങ്ങനെ എവിടെയോ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ജീപ്പ് ഉണ്ട്. ജീപ്പിന് മൈക്കൊക്കെ ഉണ്ട്. വേറെ 1-2 പേരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ സ്റ്റാഫ് എല്ലാം ഉണ്ട്, എല്ലാം മലയാളികൾ അവരുണ്ട്, ലേഡീസ് സ്റ്റാഫുകളെല്ലാം. പിന്നെ ഇവര് ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞും എല്ലായിട്ട് നിന്ന് കഴിയുമ്പോഴത്തേനും അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോവാന്നേരം അവര് പറഞ്ഞു ഇവിടെ ഒരു സർവീസ് ഉണ്ട്, ഒരു ആരാധന നടത്തുന്നുണ്ട് ഓങ്കോളില് നേഴ്സിംഗ് സ്കൂളില്. മലയാളികളുടെ നേഴ്സിംഗ് സ്കൂളാണ് അവിടെ. മലയാളികളുടെ നേഴ്സിംഗ് സ്കൂളാണ് അവിടെ. അത് മലയാളികൾക്കിടയിൽ അവരൊരു സർവീസ് നടത്തുന്നുണ്ട് ഹോസ്റ്റലിന്റെ ഒരു സ്ഥലത്ത്. അപ്പൊ ഞാനും അവിടെ പോയിക്കൊണ്ട് എനിക്ക് വചനം എന്താന്നോ ഇങ്ങനെ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അവിടെ നല്ല നല്ല പാട്ടുകളും മനസ്സിനെ സ്പർശിക്കുന്ന പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ അവിടെ എഴുന്നേറ്റ് നിന്ന് അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. എനിക്ക് പരീക്ഷയായിരുന്നു, സാവുച്ചായനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല മാർക്ക് ലഭിച്ചു. തന്നെയല്ല എനിക്ക് തലവേദനയായിരുന്നു, പ്രാർത്ഥിച്ചു, തലവേദന മാറി. ഇങ്ങനെയൊക്കെ ഇവര് ഒത്തിരി നല്ല അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വചനങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായിരുന്നു. അപ്പൊ എനിക്ക് ഒരു സന്തോഷം, മനസ്സിലൊരു സന്തോഷം എനിക്കുണ്ടായി. പിറ്റേ ഞായറാഴ്ച ഞാൻ അങ്ങനെ പോയി. അങ്ങനെ നിരന്തരം ഞാൻ അവിടെ പോവുകയും എടുക്കുകയും അവരെനിക്കൊരു ബൈബിള് തന്നു.
ഞാൻ അവിടുന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, ആന്ധ്രാപ്രദേശിൽ വെച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ മനസ്സിൽ ദൈവം ഏത് ദൈവം തന്നെ എനിക്ക് ഈ ദൈവത്തെ എനിക്ക് ഒത്തിരി, നമുക്ക് മനസ്സിന് ഒത്തിരി ഒരു ആശ്വാസം വരുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്കതിൽ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ അറിഞ്ഞ ഇവര് സെക്കൻഡ് സാറ്റർഡേകളിൽ ഇവരുടെ സ്കൂളിൽ വെച്ച് ഒരു വലിയ മീറ്റിംഗ് നടത്താറുണ്ട്. വെളിയിൽ നിന്നുള്ള പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് മറ്റുള്ള വരുന്നവർക്കെല്ലാം അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവർ നിരന്തരം അത് ചെയ്യുമായിരുന്നു. ഇപ്പം അവർക്ക് ആ സ്കൂളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് 2-3 വർഷം മുമ്പ് ഹാർട്ട് സംബന്ധമായ അസുഖത്താലോ മറ്റോ മരണപ്പെടുകയാണ്. കുറിച്ച് എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പോയി നിരന്തരം പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ കത്ത് വരും. വീട്ടിൽ നിന്ന് കത്ത് വരുമ്പോഴത്തേന് സാധാരണ അമ്മയൊക്കെ ഈ അമ്പലത്തിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കത്ത് വന്ന് വായിക്കുമ്പോൾ അതിന്റെ അടിയില് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് 2 സെന്റൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് അത്ഭുതമായി, ഇതെന്നാ പറ്റിയത്, ഇവർക്ക് എന്താ ഇതുപോലെ ഒരു മാറ്റം? അമ്മ എങ്ങനെ മാറിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുപോലെ ഒരു ഹിന്ദുമതത്തിൽ അങ്ങനെ അങ്ങ് വിശ്വസിച്ചമ്മ കിടക്കുകയായിരുന്നു. വേറൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കത്തില്ലായിരുന്നു. ആ ദൈവമായിരുന്നു ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ് അമ്മയുടെ തലയിലൊക്കെ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ എത്രത്തോളം ഭൂതങ്ങളാ പുറത്തിയാടി, ഞാൻ ശിവനാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് കത്ത് വരുമ്പോ ഇങ്ങനെ കാണുമ്പോ എനിക്ക് അത്ഭുതമായി. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു അവിടെ ഞങ്ങളുടെ സ്ഥലത്തിനൊക്കെ കുറച്ച് ദൂരത്തായിട്ട്, ഒരുപാട് ദൂരമല്ല, കട്ടപ്പനയ്ക്കൊക്കെ ഇപ്പുറത്തായിട്ട് കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് CSIക്കാരും ബ്രദറൻകാരും പിന്നെ കുറെ പേരും ഒക്കെയും ചേർന്നുകൊണ്ട് ഒരു വലിയ ടെന്റ് അടിച്ചിട്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥനായോഗം ക്രമീകരിച്ചിട്ടുണ്ട്. അനേക ഹിന്ദുക്കളും രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടാത്തൊരു അനേകർ അവിടെ വരുന്നുണ്ട്. ഒത്തിരി പേർക്ക് അവിടെ വിടുതൽ ലഭിക്കുന്നുണ്ട്, രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റുകയില്ലാത്തവർ, അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവര്, അങ്ങനെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. എങ്ങനെയോ ആരോ ഏതോ പറഞ്ഞ അമ്മയെ അതിനകത്തോട്ട്, അമ്മയും ആ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ താഴെയായിട്ട് കുറെ പേരുണ്ട്, പിന്നീടൊക്കെ അവർ രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വന്നവരാണ്. അവരൊക്കെയും കുടുംബമായിട്ട് അമ്മേനെയും കൂട്ടി അവിടെ പോകാൻ തുടങ്ങി. എന്റെ ചേച്ചിയും പോകുന്നുണ്ട് അന്നേരം. അപ്പൊ അങ്ങനെ പോയി, അന്നേരം കമ്മലുമാലയും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടാ പോകുന്നത്. അവിടെ പോയി അങ്ങനെ പോകാൻ തുടങ്ങി. അതൊരു പെന്തക്കോസ്തിന്റെ ആരാധനയല്ല എങ്കിലും അതിനോട് അനുഭാവമുള്ളൊരു കൂട്ടായ്മയായിരുന്നു. അവിടെ ഇവർ നിരന്തരം പോകാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരെ ഓരോരുത്തരും ഓരോ വീടുകളിലേക്ക് ക്ഷണിക്കും. അവര് വരും, അവര് വന്ന് വചനം പറയും, പ്രാർത്ഥിക്കും, അങ്ങനെ പോകും, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ കുറെ വർഷത്തോളം എന്ന് പറഞ്ഞു, 1 വർഷത്തോളം അങ്ങനെ നടന്നുപോയി. അപ്പൊ ഞങ്ങളുടെ താഴെ തന്നെ ഒരു പാസ്റ്ററും ആന്റിയും താമസിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഇവരെയൊക്കെ ഫോക്കസ് ചെയ്യുന്നോണം അവർ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ് എന്റെ വീട്ടിലും വന്നു. എന്റെ വീട്ടിലും വന്ന് അമ്മയോടൊക്കെയും നല്ല രീതിയിൽ സുവിശേഷം പറഞ്ഞ് അവരൊക്കെയും അമ്മ രക്ഷിക്കപ്പെട്ടു. അമ്മ അക്ഷരാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു. തിരിച്ച് ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തിരികെ വരുമ്പം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ആങ്ങളെയും സഹോദരിയും രക്ഷിക്കപ്പെട്ടിരുന്നു. അവർ സ്നാനപ്പെടുകയും ചെയ്തായിരുന്നു. അത് എന്നിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്റ്റേറ്റിന്റെ ഡിവിഷൻ, സ്റ്റേറ്റിന്റെ കീഴിൽ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ ആരാധനയ്ക്ക് പോകാനും തുടങ്ങിയായിരുന്നു. അപ്പൊ അമ്മ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ലായിരുന്നു. പെന്തക്കോസ്തുകാർക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയായിരുന്നു. അത്രത്തോളം കഠിനമായിരുന്നു അമ്മയുടെ ഹിന്ദുമത വിശ്വാസം എന്ന് പറഞ്ഞത്. അമ്മ പണിക്ക് പോയാലും അങ്ങനെ ഉപവാസത്തിന്റെ ദിവസം അമ്മ വെള്ളമൊന്നും കുടിക്കാതെ ഈ ശിവനെ ഭജിക്കാനായിട്ടാണ് അമ്മ ഭസ്മക്കുറിയൊക്കെ തൊട്ട് രാവിലെ തന്നെ കുളിച്ചിട്ട് ഇങ്ങനെ ഒരു നേരം ഭക്ഷണം, രാത്രി ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന. അതുപോലെ തന്നെ കഠിനമായി മുറുക്കുമായിരുന്നു. മുറുക്കെന്ന് പറഞ്ഞാൽ അതികഠിനമായ രീതിയിൽ അമ്മ മുറുക്കുമായിരുന്നു. മുറുക്കി ചുമപ്പിച്ചൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ അമ്മ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവം അമ്മയെ തൊട്ടപ്പോൾ അമ്മ വിശ്വസിച്ചു, അമ്മ രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് ഞങ്ങളെല്ലാം തിരികെ വന്ന് ഞാനും സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ എന്നിട്ട് ഒന്നിച്ച് ദൈവസഭയിലെല്ലാം പോയി ആരാധിച്ച് അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം പിന്നെയും ഞാൻ ആന്ധ്രാപ്രദേശിന് പോകുന്നു, പഠിപ്പിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ചേച്ചിയുടെ വിവാഹം നടന്നു. ചേച്ചിയുടെ വിവാഹം നടന്ന് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പം എൻ്റെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ അനുജനാണ് എൻ്റെ സഹോദരൻ. എൻ്റെ വിവാഹം കഴിഞ്ഞില്ല, എൻ്റെ അനുജന്റെ സഹോദരൻ വിവാഹം കഴിഞ്ഞു. രണ്ടുപേരുടെയും വിവാഹം കഴിച്ചതിന് ശേഷം എന്നിട്ട് 1 വർഷത്തോളം വീണ്ടും ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോയി.
അത് കഴിഞ്ഞ് ഇവർക്ക് ഓരോ കുഞ്ഞുങ്ങളായി തിരിച്ച് ഞാൻ പിറ്റേ വർഷം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അമ്മയൊക്കെ എന്നോട് പറഞ്ഞു, ഇനി നീ പോകണ്ട, നീ വീട്ടിൽ നിൽക്ക്, കല്യാണമൊന്നും ആയില്ലല്ലോ, നീയും വീട്ടിൽ നിൽക്കാൻ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് നിരന്തരം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും എല്ലാം തുടങ്ങി. അപ്പം തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്റ്റേറ്റിന്റെ ഇതുള്ള ആ ചർച്ചിലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നത് ആ ചർച്ചിലോട്ട് പോകാനായിട്ട്, മുരിക്കാട്ടുകുടി എന്ന പ്രദേശത്ത്. അവിടെ ഞങ്ങൾക്ക് മഴയാണേലും ഹൈറേഞ്ചിലെ റോഡുകളൊക്കെ അല്ലേ, വളരെ കഷ്ടമായിരുന്നു അന്നേരം. അപ്പോൾ വലിയ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. അപ്പം മഴക്കാലത്തൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട്, നമുക്ക് വാഹനമൊന്നുമില്ലല്ലോ, അതിനുള്ള സൗകര്യങ്ങളും അന്നേരം ഇല്ല, കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ ഞങ്ങൾക്ക് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ ഒരു ചർച്ച് ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ മാറി. ഞങ്ങൾ താഴെ ചെന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞു, അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ അങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ അവിടെ വരുമ്പോഴത്തേനും അവിടത്തെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ പാസ്റ്റർ TM പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ദേവദാസന, അത് നല്ലൊരു ദേവദാസനാണ്. ഇന്നും ഉണ്ട് അദ്ദേഹം. എവിടെ ശുശ്രൂഷിക്കുന്നെന്ന് എനിക്കറിയില്ല, പത്തനംതിട്ട എവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോകാനായിട്ട് തുടങ്ങി. അമ്മയും ഞങ്ങളും എല്ലാവരും അങ്ങനെ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഈ ദേവദാസൻ ഒത്തിരി നല്ലൊരു ദേവദാസനാണ്. അനേകരെ ചേർത്ത് പിടിക്കാൻ ഒത്തിരി നല്ല മനുഷ്യനാണ്. അനേക മീറ്റിങ്ങുകൾ അവിടെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. യൂത്തിന്റെ മീറ്റിങ്ങുകളാണെങ്കിലും സഹോദരിമാരുടെ സമാജ മീറ്റിങ്ങുകളാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശേഷാൽ പ്രാർത്ഥനകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുക. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ ഒരു സുവർണ കാലഘട്ടമായിട്ടെന്ന് പറയാം. അതുപോലെ ആൾക്കാർ വരുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഒത്തിരി അനുഗ്രഹമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സംഭവിച്ച് എന്റെ ഷോൾഡറിന്റെ പിറകിലായിട്ട് ഒരു മറുകുണ്ടായിരുന്നു, വളർന്നു വരുന്നൊരു മറുകുണ്ടായിരുന്നു. അത് ബ്ലൗസ് ഇടുമ്പം കാണാം. അപ്പൊ അത് വളരെ വിരൂപമായിരുന്നു, അങ്ങ് വിണ്ട് കീറി ഒരുവിധം ഒരു മുഴുത്ത മറുകായിരുന്നു. അപ്പൊ ഇങ്ങനെ ആരോഗ്യമാസികയിൽ ഞാൻ കണ്ടു, അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടർ പറയുന്നത് അത് നിങ്ങൾ എത്രയും വേഗം അത് ഒരു ചെറിയൊരു സർജറി ചെയ്ത് നീക്കിക്കളയണം, അല്ലെങ്കിൽ അത് അപകടമാണെന്ന് ഇങ്ങനെ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ സഹോദരനുമായിട്ട് പറഞ്ഞു, ഒരാഴ്ച കൂടെ കഴിയട്ടടി, നമുക്ക് നമ്മുടെ ഞങ്ങൾ പോകുന്ന അടുത്ത സർക്കാർ ഹോസ്പിറ്റൽ ലബക്കടയാണ്, നമുക്ക് അവിടെ കൊണ്ടുപോകാം, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് നമുക്കത് നീക്കം ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യാം, ഒരാഴ്ച കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഈ TM പാപ്പച്ചൻ എന്ന് പറയുന്ന പാസ്റ്ററാണ് ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് അവസാന സമയമായപ്പം പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ എവിടെങ്കിലും മുഴകളോ വേദനകളോ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങൾ കരം വയ്ക്കുക, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോകും, നിങ്ങൾ അങ്ങനെ കരം വയ്ക്കുക എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യമാകും എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മറുകുള്ള ഭാഗത്തേക്ക് എന്റെ കരം വെച്ചിട്ട് ഞാനും പ്രാർത്ഥിച്ച് തീർന്നു, വീട്ടിൽ പോയി. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മേല് തേച്ച് കുളിച്ചു വന്നപ്പം എനിക്ക് തോന്നി അതിനെന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന്. നേരത്തെ അത് വലുതായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും എനിക്ക് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ കുളി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ ചരിച്ചു വെച്ച് നോക്കിയപ്പോൾ അത് നന്നായി വാടിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണാനിടയിൽ തന്നു. ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് പൂർണ്ണമായി അപ്രത്യക്ഷമായി പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷ എന്റെ ശരീരത്തിലുണ്ട്, ആ മറുക് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് വേറെ ഒരു ദിവസം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ വെച്ച് നടക്കുകയാണ്. അന്ന് 4ാമത്തെ ദിവസമാണ്. ഞാനും പൂർണ്ണമായി ഉപവസിക്കുകയാണ്. ഞാൻ ഉപവസിക്കുന്നത് എന്റെ വിവാഹത്തിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. അപ്പൊ എന്റെ ആങ്ങളയുടെയും സഹോദരിയുടെയും ഒക്കെ വിവാഹം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളായി. എന്റെ സഹോദരന്റെ മൂത്താണ് ഞാൻ. എന്റെ വിവാഹമൊന്നും നടന്നിട്ടില്ല, കാരണം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ എന്റെ ജീവിതത്തിന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം എന്റെ 4ാമത്തെ ദിവസം, അതായത് 2006-ലാണ്. 2006 ഒരു നവംബർ മാസമാണ് 6-ാം തീയതി. ഞാൻ നന്നായി ഓർക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളന്ന് കുറെ പേരുണ്ട്, ഞങ്ങൾ ചർച്ചിലാണ് കിടക്കുന്നത്. പാസ്റ്റർ വരും, ഹോളിൽ ഇങ്ങനെ വിരിച്ച് ഞങ്ങൾ ഉപവസിക്കുന്നവർ കിടക്കുക. എന്റെ വീട് ചർച്ചിനോട് ഏറ്റവും അടുത്താണ്. അപ്പൊ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പോയാൽ മതി കുളിച്ച് ഫ്രഷ് ആകാനായിട്ട്. പിന്നെ 10 മണിയായി പ്രാർത്ഥന തുടങ്ങുമ്പോൾ കയറി വന്നാൽ മതിയല്ലോ. അപ്പൊ എല്ലാവരും കൂടി വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് കരുതി അവിടെ തങ്ങും. അങ്ങനെ അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ എന്റെ അച്ഛൻ പെട്ടെന്ന് ഓടി വരിക. പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ
വീട്ടുകാരിക്ക് ഒരു വയ്യാഴികയാണ്, നെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞ് ഉരുളുക എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് പാസ്റ്റർ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഉണ്ട്, പാസ്റ്ററും ആന്റിയും ഞങ്ങളുടെ കൂടെ വേറെ 2-3 പേരുണ്ട്. അവരും കൂടി പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് വേറൊരു ഒരു ചേട്ടൻ ഓടി ഒരു ജീപ്പ് വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. എന്താന്ന് വെച്ചാൽ അമ്മ രാവിലെ പണിയാൻ മുന്നേ അടുത്തുള്ള വീടുകളിലൊക്കെ ഏലക്കാടുകളുണ്ടല്ലോ, അപ്പൊ ഏലക്ക എടുക്കാനായിട്ട് പോകാനായിട്ട് അമ്മ ഭക്ഷണം ഉണ്ടാക്കി അമ്മയ്ക്കുള്ള ചോറും എടുത്തു വെച്ചിട്ട് അച്ചാച്ചിക്കുള്ള ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്മ മുറ്റ പിടിക്കുമായിരുന്നു. മുറ്റ പിടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് അമ്മയുടെ 2 ചെവിക്കകത്തും ശക്തിയായ വേദന വന്നു. അയ്യോ, ഇതെന്നാ പറ്റി വേദന വരുന്നതെന്ന് ഓർത്തുകൊണ്ട് അമ്മ ചൂല് താഴെയിട്ട് ഇങ്ങനെ ചെവി പൊത്തി പിടിച്ചപ്പോഴത്തേന് അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടായി. എന്റെ ചങ്കു പൊട്ടുന്നേന്ന് അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴാനായിട്ട് ഇടയായിരുന്നു. അമ്മ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ് അച്ഛനെടുത്ത് അന്നേരം പെട്ടെന്ന് കൊണ്ട്, അന്നേരം വേറെ ആരുമില്ല, ഇവർ 2 പേരും ഉള്ളൂ. അച്ഛനെടുത്ത് കൊണ്ട് വരാന്തയിലോട്ട് കിടത്തി. ആ വേദനയുടെ ആധിക്യം മൂലം അമ്മയുടെ ശരീരത്തിൽ നിന്ന് അമ്മ അറിയാതെ തന്നെ മലവും മൂത്രവും ഒരുപോലെ പോയി. അമ്മ അറിയുന്നില്ല. ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേന് അമ്മേനെ ഇങ്ങനെ വരാന്തയിൽ കിടത്തിയേക്കാണ്. 2-3 പേരൊക്കെ അടുത്തിരിപ്പുണ്ട്. ഞാൻ അമ്മേന്ന് വിളിച്ചപ്പോഴത്തേന് അമ്മ കണ്ണൊന്നും തുറക്കുന്നില്ല. അമ്മ കണ്ണടഞ്ഞിരിക്കുകയാണ്. അമ്മ കണ്ണൊന്നും തുറക്കാതെ മൂളുന്നു മാത്രമുണ്ട്. അപ്പം പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റൽ വന്നതിന് ജീപ്പ് വന്ന് പാസ്റ്റർ ഞങ്ങളും എല്ലാവരും കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ലബ്ബക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തൊരു സർക്കാരിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുള്ള. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു നല്ല ഡോക്ടറാണ് ഉള്ളത്. അദ്ദേഹത്തെ OP യിൽ കാണുന്ന സമയമായില്ല. അതിനു മുമ്പ് നല്ലൊരു ഡോക്ടറുണ്ട്. കാലത്തും വൈകിട്ടും ആൾക്കാരിങ്ങനെ ക്വാർട്ടേഴ്സിൽ പോയി കാണാനായിട്ട് ക്യൂ നിൽക്കും. അങ്ങനെ രാവിലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നതിനിടയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം ഞങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായിക്കൊണ്ട് ആൾക്കാർ ഞങ്ങൾക്ക് വഴിമാറി തന്നു. ഞങ്ങള് കയറി ചെന്നു. അമ്മേനെ പെട്ടെന്ന് ടേബിളിലേക്ക് ഇരുത്തിയപ്പോഴത്തേന് അദ്ദേഹം ഇങ്ങനെ പരിശോധിച്ചിട്ട് അയ്യോ ഇത് ഭയങ്കരമാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ താഴേക്ക് കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ ECG എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അമ്മേനെ ഞങ്ങൾ താഴെ കൊണ്ടുവന്ന് അങ്ങ് ECG എടുത്ത്. അപ്പൊ അതിന്റെ ആ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ എന്നൊക്കെ സിസ്റ്റർമാർ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കത് മനസ്സിലായാലും ഒരു പക്ഷെ ദൈവാത്മാവിനെ മർപ്പിച്ചതായിരിക്കും. അമ്മയ്ക്ക് അറ്റാക്കാണ്, അതികഠിനമായ വേദന, അങ്ങനൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിന് കഴിഞ്ഞിട്ട് നാക്കിനടിയിൽ ഗുളിക വെച്ച് കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന പോലെയാണല്ലോ സംഭവം. ഉടനെ അവര് പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകണം. കട്ടപ്പനയാണ് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, മിഷൻ ഹോസ്പിറ്റൽ. അവിടെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒക്കെ ഉള്ള, അവിടെ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ എത്രയും വേഗം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവര് ഒന്നുകൂടി ECG എടുത്തു. അവര് ECG എടുത്തിട്ട് വീൽ ചെയറിലാക്കി അമ്മേനെ പെട്ടെന്ന് ICUവിലേക്ക് മാറ്റി. എന്നിട്ട് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ കാര്യങ്ങൾ എന്താണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും മനസ്സിലായി അമ്മയ്ക്ക് അത്രത്തോളം സീരിയസ് ആണെന്ന്. ഞാൻ പറയട്ടെ, എൻ്റെ അമ്മയെ കൂടാതെ 7 സഹോദരങ്ങളുണ്ട്. അമ്മയുടെ 7 സഹോദരങ്ങളും അറ്റാക്ക് മൂലമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒരാൾ പോലും ജീവനോടെ അവരെ വേദനയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ഡെഡ് ബോഡി ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളൂ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എൻ്റെ അമ്മ മാത്രമാണുള്ളത്. അമ്മയെ മാത്രമേ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിട്ടുള്ളൂ. 4 ദിവസം ICU കിടന്നു. അന്നേരമൊന്നും ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് കൂടുതലായിരുന്നു. അമ്മയ്ക്ക് അസ്വസ്ഥതയൊന്നും മാറുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 ദിവസത്തിന് ശേഷം അമ്മേനെ ICUവിൽ നിന്ന് ഇറക്കി. അപ്പോഴും ഞാൻ ഉപവാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞു അമ്മ ഒരു 10-16 ദിവസത്തോളം ഹോസ്പിറ്റൽ വാർഡിലായിരുന്നു. ആദ്യം അവിടെ അമ്മയുടെ അസ്വസ്ഥത കാരണം ഒരു ചെറിയൊരു റൂം അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് ഞാൻ അമ്മേനെ അങ്ങോട്ട് മാറ്റി. അപ്പൊ ഞാൻ എൻ്റെ ആന്റിയുടെ വീടുണ്ട്, അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരന്റെ. ഹോസ്പിറ്റലിനോട് ഒത്തിരി ദൂരത്തല്ലാതെയാണ് അവരുടെ വീട്. അപ്പൊ നമുക്ക് വന്നും പോയി ഭക്ഷണം കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഭക്ഷണവുമായിട്ട് ഞാനിങ്ങനെ വരുമ്പം ഷോർട്ട് കട്ട് ഉണ്ട്, അതിലൂടെ ഞാൻ വരുന്നത്. അപ്പൊ എൻ്റെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ കാറ്റടിക്കുന്നതായിട്ട് എനിക്കറിയാം. എന്നിട്ട് എൻ്റെ 2 ചെയിലിട്ട് ആരോ ഇങ്ങനെ ഒരു ചെറിയ സ്വരത്തിൽ പറയുക, വീണുപോയ ദാവീദിൻ കൂടാരത്തിൽ ഞാൻ വീണ്ടും പണിയും. അപ്പൊ എനിക്ക് മനസ്സിലായി. പറഞ്ഞാ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ വീടിന്റെ ഒരു നട്ടലായിട്ട് നിന്നിട്ടുണ്ടിരുന്നത്. പണിതുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ, അച്ഛൻ നന്നായിട്ട് കള്ളു കുടിക്കുമായിരുന്നു. അച്ഛൻ ചീട്ടും കളിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ തല്ലുണ്ടാക്കുകയോ ആരോടുമായിട്ട് ചീത്ത പറയുകയോ
കള്ളു കുടിച്ചിട്ട് വഴി കിടക്കുകയോ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു മൃദുവായ ഒരു സൗമ്യനായ കള്ളുകുടിയനായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പൊ അമ്മയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്നേരം നടത്തിക്കൊണ്ടിരുന്നത്, വീട്ടിലെ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ളതും. കാരണം ചീട്ട് കളിക്കുകയും കള്ളു കുടിക്കുകയും രണ്ട് കാര്യത്തിന് പോയി കഴിയുമ്പോൾ വരുമാനമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അമ്മയായിരുന്നു ഞങ്ങളുടെ പഠന കാര്യങ്ങളും വീട്ടു ചെലവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ വീണു പോയപ്പോഴത്തെ ഞങ്ങളുടെ കുടുംബത്തിനൊരു വലിയൊരു ആഘാതമായിരുന്നു. അപ്പം ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചു, വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. അതെനിക്ക് വലിയൊരു വിശ്വാസമായി, അതെനിക്കൊരു വലിയൊരു ബലമായി. ഞാൻ നന്നായിട്ട് അന്നേരം എല്ലാം ഞാൻ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഒന്നാമത് എന്റെ കാര്യം ഇനി നടക്കാനുണ്ട്, ആൾക്കാരെല്ലാം എന്നെ സഹതാപത്തോട് നോക്കാനായിട്ടിരുന്നു. അവിടെ എല്ലാം പറഞ്ഞു പോയത് എന്റെ അമ്മയുടെ പേര് അന്നക്കുട്ടി എന്നാണ്. അത്രത്തോളം സീരിയസ് ആയപ്പോഴത്തേന് ആ പ്രദേശം ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ പടർന്ന് അന്നക്കുട്ടി മരിച്ചുപോയി, നാളെ നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. പകുതി പേരും അന്നക്കുട്ടി മരിച്ചു എന്നും പറഞ്ഞ് ഡെഡ് ബോഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നോക്കിയിരുന്നു. അങ്ങനെ സംഭവിക്കുള്ളൂ എന്നും പറഞ്ഞ് അതിനൊക്കെ വിഭിന്നമായി 10-16 ദിവസത്തിന് ശേഷം അമ്മ ഡിസ്ചാർജായി. അമ്മയെ കൊണ്ടുവന്നു. കഴിഞ്ഞപ്പോ അമ്മയും ഞാനും അച്ഛനേ ഉള്ളു വീട്ടില്. അമ്മയെ നോക്കുന്നതെല്ലാം ഞാനും. അപ്പൊ എപ്പോഴും അമ്മയ്ക്ക് അസ്വസ്ഥതയും കാര്യങ്ങളുമല്ല. അമ്മ ഇങ്ങനെ കട്ടിലേ കിടക്കത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതിനോടകം തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇനി സാമ്പത്തിക സ്ഥിതിയില്ല. അവിടെ കടം മേടിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും സർക്കാർ ആശുപത്രി നമ്മൾ കൊണ്ട് അമ്മയുടെ അസ്വസ്ഥതകളെല്ലാം പറഞ്ഞ് അവിടെയും 2 ദിവസം അഡ്മിറ്റ് ആകും, പിന്നെ തിരിച്ചു വരും. പിന്നെ 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് അതുപോലെ ഇതാകുമ്പോൾ വീണ്ടും ചെല്ലും. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആ ചീട്ടൊക്കെ കൊണ്ടുപോവാ, ഞാൻ അതിനകത്ത് നിന്ന് എന്തെങ്കിലും മരുന്നൊക്കെ കുറയ്ക്കാമെങ്കിൽ ഞാൻ കുറച്ചേരം, എത്രത്തോളം ഗുളികയൊക്കെ അല്ലേ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതും അമ്മയ്ക്ക് കുറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ അമ്മയ്ക്ക് പിന്നെയും അസ്വസ്ഥയായി. അങ്ങനെയായിട്ട് ഒരു ദിവസം ഞാൻ അമ്മേനെ കൊണ്ട് ഞാനും അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ അമ്മേനെ അഡ്മിറ്റ് ആക്കി പിന്നെയും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ തന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ഞാൻ മക്കാത്തിലെന്ന കട്ടപ്പനയ്ക്ക് പോകണമായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ ഞാനല്ലേ ആശുപത്രിയിൽ നിൽക്കുന്നത്. ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആശുപത്രി നിൽക്കാൻ, എൻ്റെ ഡ്രസ്സൊക്കെയും വളരെ മുഷിഞ്ഞ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബസ് കയറുന്ന എല്ലാ സ്കൂൾ കുട്ടികളും മറ്റുള്ളവരുമല്ല, നമ്മുടെ നാട്ടിലെ യാത്രയൊക്കെ നമുക്കറിയാവുന്നവർ, അവരൊക്കെ ഏറ്റവും നന്നായി വേഷം ധരിച്ച് നല്ല വൃത്തിക്കല്ലേ പോകുന്നു. ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെയും വ്യത്യസ്ത ഒരു പ്രാകൃത രൂപത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അമ്മയുടെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോവാം. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മയൊരൽപ്പം കഴിച്ചു, അമ്മയുടെ റിസൾട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഡിസ്ചാർജ് ആയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങള് വീട്ടിൽ വന്നു. എന്നാലും ഞാൻ പറയും, ഞങ്ങളുടെ ദൈവസഭയിലെ ദൈവദാസനും ദൈവമക്കളും ഒക്കെ ഞങ്ങളെ ആ സമയങ്ങൾ ഒരുപാട് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുള്ള കൈത്താങ്ങൽ തരുവാനും ഇടയായി തീർന്നിട്ട് അവരൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പൈസകൾ, വലിയ വലിയ തുകകളല്ല, കൊച്ചു കൊച്ചു തുകകൾ തന്നും അരി വാങ്ങിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. പശുവിനെ കറക്കുന്ന ഒരു പാല് കൊണ്ട് തന്നിട്ടുണ്ട്. കപ്പയുള്ള ഒരു കപ്പ പറിച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. ഒത്തിരി സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയായി അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ കുറെ പ്രാർത്ഥനകളൊക്കെ വെച്ചു. ഒരു പ്രാർത്ഥനയിൽ ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് കണ്ട മിശ്രയമിനെ നീ ഒരു നാളും കാണുകയില്ല എന്ന വചനം ഉപയോഗിച്ച് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ പിന്നീട് അമ്മയ്ക്ക് ആ കഠിനമായ വേദന ഉണ്ടായിട്ടില്ല. അമ്മ ഇന്നും ഗുളിക കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എന്നിപ്പം കാലിന്റെ ഞരമ്പ് ചുരുങ്ങുന്ന ഒരു അസുഖമുണ്ട്. എന്നിരുന്നാലും അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമകളായതിൽ പിന്നെ ഒരിക്കൽ പോലും അമ്മ വെള്ളിയാഴ്ചത്തെ ഉപവാസ ഉപവാസം അമ്മ മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പോലും അമ്മ പണിതിട്ട് അമ്മയുടെ ദശാംശത്തിൽ 1 രൂപ പോലും അമ്മ കുറച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ദൈവസന്നിധിയിലിരുന്നാ പറയുന്നത്. എൻ്റെ അമ്മ കൂലിപ്പണിക്കായിരിക്കും. അമ്മ എത്ര രൂപ ഉണ്ടെങ്കിലും 1 രൂപയെങ്കിലും കൂട്ടിയല്ലാതെ ഒരിക്കൽ പോലും അമ്മ കുറച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ ഓരോ ദൈവദാസന്മാർ വന്നാലും അവരെ അമ്മ കയ്യിലുള്ളതനുസരിച്ച് അമ്മ അവരെ സഹായിക്കാറുണ്ട്. ഞങ്ങളൊക്കെ ഹൈ റേഞ്ചിലുള്ള ദൈവദാസന്മാരൊക്കെ വന്ന് ദൂരത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ വിറക് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിറക് കീറി തലച്ചുമട് ചുമന്ന് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരി മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മ കൊടുത്തിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിൽ അമ്മയോട് ഒരുപാട് പ്രാർത്ഥനയുണ്ട്. അമ്മ ഭക്ഷണം കഴിക്കത്തില്ല. ഒരു ദിവസം ഞാൻ ഇച്ചിരി ചോറ് വെച്ചിട്ട് അവിയലുണ്ടാക്കിയിട്ട് ഒരു തവി ചോറും കുറച്ച് കറിയും എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കൊടുത്തു. അമ്മ ഞാനിത് പ്രാർത്ഥിച്ച് അമ്മ കഴിക്കാൻ പറഞ്ഞു. അമ്മ ആ ദിവസം അമ്മയെ ചോറ് കഴിച്ചു. അങ്ങനെ അമ്മ പിന്നെ അമ്മ ക്രമേണ ആഹാരം കഴിക്കാൻ തുടങ്ങി. അമ്മയുടെ
ശരീരം മെച്ചപ്പെട്ടു. പിന്നെ അമ്മ ഒരു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന് പാല് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ, നമുക്ക് തൊട്ടടുത്ത് സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് പോയി ഞങ്ങൾ പാല് വാങ്ങിച്ച് രാവിലെ തന്നെയുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്, അമ്മ പൊക്കോ. അമ്മ അങ്ങനെ പാല് പാത്രം എടുത്തുകൊണ്ട് പാലിന് പോയി. അപ്പോഴത്തേനും അവിടെ സിറ്റിയിലുള്ളവരൊക്കെയും പറയും, അയ്യോ ഇത് മരിച്ചവരാണ്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. കാരണം അവിടുത്തെ ആളുടെ വണ്ടിയൊക്കെ വിളിച്ചായിരുന്നു നമ്മൾ ആശുപത്രി കൊണ്ടുപോയിരുന്നത്. അത്രത്തോളം അങ്ങനെ പറഞ്ഞ് അമ്മ പാലും മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ആയപ്പോഴത്തെ അമ്മയുടെ ആരോഗ്യം വീണ്ടെടുത്തു. അമ്മ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോകാൻ തുടങ്ങി. ഏലക്കാട്ടിലൊക്കെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ ഈ അമ്മയ്ക്ക് അസുഖം വന്നത് മുഖാന്തരം സാമ്പത്തികമായിട്ട് നേരത്തെ തന്നെ സാമ്പത്തിക വലിയ സ്ഥിതി ഉള്ളതല്ല, പക്ഷെ ഒരുപാട് കടങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെയുള്ളത് ഞങ്ങൾക്ക് 40 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ചെറിയ അത്യാവശ്യം ഒരു വീടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ ചുടുകട്ടയ്ക്ക് കെട്ടിയ വീടാണ്, അകവും പുറവും തേച്ചിട്ടില്ല. അപ്പോഴത്തേനും എനിക്ക് നേരത്തെ തന്നെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു, പിന്നെയും കല്യാണാലോചനകളൊക്കെ വന്നു. പക്ഷെ നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ വിവാഹാലോചനകളും അങ്ങ് മുടങ്ങിപ്പോകാറാണ്. വരുന്നവരൊക്കെ ഏറ്റവും കുറഞ്ഞ് അവർ ചോദിക്കുന്ന 1 ലക്ഷം രൂപയാണ്. അതിൽ കുറച്ചൊന്നും ആരും ചോദിക്കാറില്ലായിരുന്നു. എന്റെ സഹോദരന്റെയും സഹോദരിയുടെയും കാര്യങ്ങൾ നടന്നുപോയി. ഇനി നടക്കാനുള്ളത് എന്റെയാണ്. ഞാൻ ആന്ധ്രാപ്രദേശിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എന്റെ സമ്പാദ്യം എന്ന് പറയുന്ന അതൊക്കെയും വീടിന് വേണ്ടി ചെലവാക്കി. എന്റെ കാര്യമായപ്പോഴത്തേന് എല്ലാ വഴികളും അടഞ്ഞ രീതിയായിപ്പോയി. അപ്പൊ ഞാൻ ദൈവം അല്ലാതെ മറ്റൊരു നമുക്ക് ഒരു മാർഗ്ഗമില്ല. അപ്പൊ ഞാൻ ദൈവസേന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് വന്ന് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ എല്ലാ വിവാഹാലോചന അങ്ങനെ മുടങ്ങാനായിട്ട് തുടങ്ങി. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു, നമുക്കിങ്ങനെ സ്ഥലമുള്ളത് വിറ്റിട്ട് എന്നെ കെട്ടിച്ചു വിടാം, എന്റെ കല്യാണം നടത്താം. ബാക്കി പിന്നെ അന്ന് ഒത്തിരി വിലയൊന്നും സ്ഥലത്തിന് കിട്ടാനായി. നമ്മുടെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം, നമ്മളുടെ സിറ്റുവേഷനും എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇരിക്കും ഒരുപാട് പേരോട് എനിക്ക് നേരത്തെ ഒരു വിവാഹാലോചന വന്നു. മയിലാടുംപാറ സ്ഥലത്ത് നിന്ന് കല്യാണം. അപ്പൊ അത് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അപ്പച്ചന്റെ അമ്മച്ചിയുടെ മോളെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. അവരെന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവര് ആ ചെറുക്കനോട് അവര് മുഖാന്തരം അങ്ങനെ പറഞ്ഞ് അവര് കൊണ്ടുവന്ന ആലോചനയായിരുന്നു. ചെറുക്കൻ വന്ന് കണ്ടു, സംസാരിച്ചു, എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് 3-4 ഏക്കർ ഏലത്തോട്ടമൊക്കെ ഉണ്ട്, ആടും കന്നുകാലിയും അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പം അവര് പറഞ്ഞ് നമ്മക്ക് അന്നേരം കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തി ഏലക്ക എടുക്കാനും കാര്യങ്ങളും ഒക്കെ ഉള്ള, അവർ എത്രയും വേഗം നടത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. വേറെ എന്താന്ന് വെച്ചുകൊണ്ടാ ഇതിന് മുമ്പേ പറയേണ്ടതായിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥനകൾക്കൊക്കെയും ചെല്ലുമ്പോഴൊക്കെ എന്നോട് ഒരുപാട് ദൈവദാസന്മാരിലൂടെ ദൈവാലോചന കേൾക്കാറുണ്ട്, നീ ദൈവവേലയ്ക്ക് സമർപ്പിക്കണം, ദൈവവേലയ്ക്കുള്ളതെന്ന്. പക്ഷെ അതിന് മാത്രം എനിക്ക് മനസ്സില്ലായിരുന്നു. കാരണം ഞാൻ പറയുന്നത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ മതി, ഒരു ചെറിയൊരു ജോലിയും, എന്നിട്ട് നമുക്ക് മാന്യമായി ജീവിച്ചു പോകാമല്ലോ. അല്ലാതെ ഒരു പാസ്റ്ററുടെ ഭാര്യയായി ഞാൻ സുവിശേഷ വേല അങ്ങനെ ചെയ്യേണ്ട, അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ ദേവദാസനായ ടി എം പാപ്പച്ചൻ പാസ്റ്റർ അദ്ദേഹം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ ആലോചന പറഞ്ഞ കൂട്ടത്തിൽ വരും. പക്ഷെ എനിക്ക് തോന്നിയ ദൈവാത്മാവിൽ രോഷത്തോടെ എന്നോട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായത്, നിങ്ങൾ ഇത്രത്തോളം ദൈവാലോചന കെട്ടലും മെരുക്കമില്ലാത്തൊരു കാളക്കുട്ടിയെ പോലെ നീ ആയിരിക്കുന്ന, ദൈവത്തിന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കും, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാന്നും പറഞ്ഞ് എന്നോട് അദ്ദേഹം ഇങ്ങനെ ആലോചന പറയാനായിട്ട്. അത് ശരിക്കും എന്റെ ഹൃദയത്തിന് നൊമ്പരമായി. ഞാൻ ദൈവസന്നിധി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. എന്താണേലും ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക, ഒരു സുവിശേഷകന്റെ ഭാര്യയായിരിക്കാനാണ് എനിക്ക് ഇന്നു മുതൽ താല്പര്യം. അങ്ങനെ പറഞ്ഞ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ എനിക്ക് കല്യാണോചന വന്നതിലൊക്കെയും അത്യാവശ്യം ജോലിക്കാരും സ്കൂൾ ടീച്ചർമാർ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്റെ ഭർത്താവായിരിക്കുന്ന ആ വ്യക്തിയെ മാത്രമേ ഒരു പാസ്റ്ററായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വേറൊരാളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് 2-3 കല്യാണാലോചന വന്ന് മാറിപ്പോയി. അതിനുശേഷം പത്തനംതിട്ടയിൽ ഇട്ടിയപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഒരു വിവാഹാലോചന വന്നു. അദ്ദേഹം ഇങ്ങനെ ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. ബൈബിൾ കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സുവിശേഷ വേലയിൽ അവർ 2 മക്കളേ ഉള്ളൂ. ഒരു മൂത്തയാള് CMS പള്ളിയിലെ അച്ഛന്, പിന്നെ ഇദ്ദേഹമാണ്. ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവര് അങ്ങനെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോഴത്തേനും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി, വീട്ടുകാരും ഒക്കെ പോയി ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പക്ഷെ ഡേറ്റ് പറയാൻ പറഞ്ഞാൽ ഉറപ്പിക്കണം. അതിന് നമ്മുടെ ഈ പൈസ വേണം. നമ്മൾ അന്നേരം ഈ സ്ഥലം വിൽക്കാന്നും കണ്ട് ഒരുപാട് പേരോട് പറയുന്നുണ്ട് ഈ സ്ഥലത്തിന് വേണ്ടി, സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി. പക്ഷെ ആരും വരുന്നില്ല. അഥവാ വന്നാലും ഇവർക്ക് സ്ത്രീധനം വേണ്ട 1 രൂപ, എത്രയാന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്കുള്ള ഒട്ടും അവർ കുറയ്ക്കത്തില്ല. അത്രയെങ്കിലും അവർക്ക് വേണമെന്ന് അവർ പറയുന്നത്.
അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പ്രാവശ്യം നമ്മൾ ഒരുപാട് മാക്സിമം നമ്മൾ ശ്രമിച്ച് നമ്മുടെ സ്ഥലം വിൽക്കാനായിട്ട് നടന്നില്ല. അങ്ങനെ സമയം തോറും അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ എന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല, ഞങ്ങളുടെ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ചെറുക്കൻ വേറെ തന്നെ വേഗം തന്നെ എന്ന് പറഞ്ഞവർ അതിന്റെ വിവാഹം കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥലം വിറ്റിട്ട് വേണം എന്നെ കെട്ടിക്കാൻ, ഒരുപാട് വിലയൊന്നും കിട്ടാനില്ല. സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഈ ഉള്ള സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും വഴിയാധാരമാകും. കാരണം പിന്നെ ഈ സ്ഥലം വിറ്റ് എന്റെ വിവാഹവും കഴിഞ്ഞിട്ട് ശേഷം പിന്നെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അല്ലെ വീടും സ്ഥലമുള്ളതൊന്നും വാങ്ങിക്കാനുള്ള ശേഷിയൊന്നും അന്നേരമില്ല. അപ്പൊ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മയും വഴിയാധാരമാകും. തന്നെയുമല്ല വീണ്ടും പറയുമല്ലോ എനിക്ക് വേണ്ടി കിടപ്പാടം വിറ്റത്, എനിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനായെന്ന് പറയുന്നവർക്കും എന്റെ മനസ്സിലേക്ക് വന്നു. അബ്രഹാം പ്രകാരം പറഞ്ഞൊരു വാക്കുണ്ടോ, സൊദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ ഒരു ചരടാകട്ടെ, നിന്റെ ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ, യാതൊന്നുമേ എനിക്ക് ആവശ്യമില്ല. അപ്രകാരം ഞാൻ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ സ്ഥലം വിറ്റിട്ട് എന്നെ എന്റെ വിവാഹം നടത്തണ്ട. അല്ലാതെ നിനക്ക് ഇത്രത്തോളം സമ്പന്നനായ കർത്താവാണ്, ഇത്രത്തോളം നിനക്കൊണ്ട് എന്റെ സ്ഥലം വിൽക്കാതെ, ഞങ്ങളുടെ സ്ഥലം വിൽക്കാതെ എന്നെ വിവാഹം നടത്തി, എന്റെ വിവാഹം നടക്കുമെങ്കിൽ നടന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട. അത് ഞാൻ ദൈവസേനയിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. തന്നെയല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ ദൈവസേന ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പണത്തിന്റെ കാര്യം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ച്, നേരത്തെ ഞാൻ ഇങ്ങനെ കുറെ തുകയ്ക്ക് എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ, അതിനുശേഷം ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ദൈവവേലയുടെ കാര്യം വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു എനിക്കൊരു സ്വഭാവശുദ്ധിയുള്ള ഒരു ദൈവദാസന. അപ്പൊ അതൊക്കെ പിന്നിൽ ഈ ടി എം പാപ്പച്ചൻ പറയുന്ന അദ്ദേഹം ദൈവസഭയിൽ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ അദ്ദേഹം പറയുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി യൗവനക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പറയായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്രകാരമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ ഇതൊക്കെ നിങ്ങൾ ഒരു ദൈവസേനയിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചുകൊണ്ടോ നിങ്ങൾ രഹസ്യമായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസ്തയോടെ ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. അപ്രകാരം ഞാനും അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് 1,00,000 രൂപ, ഞാൻ 50,000 രൂപയിൽ താഴെ ഒരു സ്ത്രീധനം ചോദിക്കുന്നത് ഞാൻ അങ്ങനെ എഴുതി വെച്ച് അത് ഞാൻ അങ്ങ് പറയുക, അങ്ങനെ ഒരാളായിരിക്കണം, സ്വഭാവശുദ്ധിയുള്ള ആളായിരിക്കും, ഒരു സുവിശേഷകനായിരിക്കണം, തന്നെയുമല്ല എന്നെ കഴിഞ്ഞ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് ശേഷം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കല്യാണാലോചന വരുന്നത്. അത് വന്ന് മാറിപ്പോയല്ലോ. ശേഷം ഈ സ്ഥലത്തിന്റെ വിൽപ്പനയുടെ കാര്യം വന്ന് അതൊന്നും നടക്കാതെയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കാൻ ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് എവിടെയും ചെന്ന് കഴിഞ്ഞെന്നാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അയ്യോ എന്താന്ന് കല്യാണമൊന്നും ഇതുവരെയായിട്ടും നടന്നില്ലേ, എല്ലാവരും അതേ ചോദിക്കത്തുള്ളൂ. നമ്മൾ ചർച്ച ചെന്നാലും അതെ, മറ്റുള്ളൊരു ഉപവാസ പ്രാർത്ഥനകൾക്ക് ചെന്നാലും മാസയോഗത്തിന് ചെന്നാലും അയ്യോ ഇതുവരെയായിട്ടും കല്യാണം കഴിഞ്ഞില്ല, അയ്യോ ഞങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞെന്നായിരിക്കും അങ്ങനെ പറയും. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ കുടുംബത്തിന് നമ്മളൊരു ബാധ്യതയാകുന്നു, ദൈവസഭയ്ക്കും സമൂഹത്തിനും ഒരു ചോദ്യത്തിനും അപമാനവും പോലെയായല്ലോ ഈ ഭാഗത്ത് വന്നിട്ട് എന്ന് ഞാൻ ഓർത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. കാരണം സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കണം, അയ്യോ നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങൾ എന്താ നടക്കാത്തത്, കല്യാണം എന്നാ നടക്കാത്ത ഇതുവരെയായിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടുണ്ട്. തന്നെയുമല്ല എന്റെ കൂട്ടത്തിൽ പഠിച്ച അവരെല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു പോയി, ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ വിവാഹം മാത്രമേ നടക്കാത്തുള്ളൂ. അപ്പം ഇത്രത്തോളമായിട്ട് എന്റെ വിവാഹം നടക്കാതെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നു. അങ്ങനെ ഇരിക്കും ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആന്റിയുടെ ആങ്ങളയുടെ മകൻ, അദ്ദേഹത്തിന് ചെറുക്കനും എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. മറ്റൊരു രീതിയിലുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ലാൻഡ് ഫോൺ ഉണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, സതിയുടെ കല്യാണം ഇതുവരെയായിട്ടും നടന്നില്ലല്ലേ, സതിയോട് ആർക്കെങ്കിലും മിസ് കോൾ അടിക്കാൻ പറ, അങ്ങനെ പോകാൻ പറയാന്ന്. അപ്പം അവര് ചിരിച്ചോണ്ടാണ് പറഞ്ഞത്, ആ ചെറുക്കനും ചിരിച്ചോണ്ടാ പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തിന് അത് വളരെയധികം മുറിവേറ്റു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ എനിക്ക് പണമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ വിവാഹം നടക്കാത്തത്. അനേകർ എന്നെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, 6 ഈർക്കന്മാർ എന്നെ വന്ന് കണ്ടു, അവർക്കൊക്കെ ഇഷ്ടമായി. പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ അതൊക്കെയും പിന്തള്ളിപ്പോയി. അപ്പൊ ഇപ്പം ഇതിന്റെ പേരിലാണ് ഞാൻ ഈ അപമാനം കേൾക്കുന്നത്. എനിക്ക് വളരെ എന്റെ ഹൃദയത്തിന് വളരെ നൊമ്പരം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ദൈവസേനയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. ദാവീദ് പറയലേ, ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു, ഞാൻ പുകയത്ത് വെച്ച് തുരുത്തി പോലെയാകുന്നു, രാത്രി മുഴുവൻ ഞാൻ എന്റെ കിടക്കയെ കണ്ണീര് കൊണ്ട് നനയിക്കുന്നതൊക്കെ ദാവീദ് പറയുന്നു പ്രകാരം ഒരുപാട് പറഞ്ഞ് ഞാൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ
ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തുക. രാത്രിയിലൊക്കെ ഇങ്ങനെ ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അടുക്കളയിലാണ് കിടക്കുന്നത്. എൻ്റെ ആ അച്ഛനും അമ്മയും നടുക്കത്തെ മുറിയിൽ. അപ്പം അടുക്കളയുടെ ഇത് ഇങ്ങനെ സൈഡിലായിട്ട് ഇരുന്നാണ് എന്റെ കട്ടിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ അച്ഛന്റെ അമ്മയുടെയും ആ മുഖത്തോട്ട് ആ വെട്ടം കിട്ടും. അപ്പൊ അച്ഛൻ എന്നോട് പറയും, അച്ചാച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്നത്, പറയും കൊച്ചെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു രാത്രി മുഴുവൻ. അപ്പൊ നമുക്ക് ആരോടും ഒന്നും പറയേണ്ട കാര്യം, രാത്രി മുഴുവൻ കുറേ നേരം ഞാൻ ദൈവവചനം ഇങ്ങനെ വായിക്കുമായിരുന്നു. എന്നിട്ട് ദിവസം ഇങ്ങനെ ആവതോളം നമ്മളെ എന്തൊക്കെ ദൈവത്തിന്റെ സന്നിധി എനിക്ക് പറയാൻ പറ്റും അതൊക്കെയും പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. അങ്ങനെ കുറെ നാൾ മുമ്പോട്ട് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടിട്ട് ഞാൻ ഓർത്തു വീണ്ടും ആന്ധ്രാപ്രദേശിന് തന്നെ പോകാം. അങ്ങനെ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചു. വീട്ടുകാരോട് പൈസ ഒന്നും ചോദിച്ചില്ല. എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാനും ഇന്ന പോലെ വരുന്നുണ്ട്, നീനൊക്കെ എന്നെ സഹായിക്കുവാനും വണ്ടിക്കൂലിക്കുള്ള പൈസ എനിക്കതാ, ഞാനും വരാം, അവിടെ ചെന്ന് ജോലി ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് തരാമല്ലോ. അവള് സമ്മതിച്ചു. അവൾക്ക് എനിക്ക് പൈസ ഇട്ട് തന്നു. അവൾ ഇടുക്കി, ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് തന്നെ കട്ടപ്പനയ്ക്ക് ഇപ്പുറത്ത് ചേറ്റുകുഴി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഞാൻ അവള് ചെന്നു ആ കൂടെ പോകാനായിട്ട് പോയി. അങ്ങനെ ഞാൻ അവിടെ വീണ്ടും ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ചെല്ലുകയാണ്. കരീംനഗർ അന്ന് ആന്ധ്രാപ്രദേശിൽ അപ്പോഴത്തേന് ആന്ധ്രയും തെലുങ്കാനയൊക്കെ ഡിവൈഡായി, തെലുങ്കാനയായി. അവിടെ ചെന്ന് അവിടെ ഒരു സ്കൂളിൽ ഞാൻ ജോലിക്ക് ചെയ്തു. ജോലിക്ക് വന്നിടത്തേന് ആ വർഷത്തെ അധ്യയന വർഷമൊക്കെ തീരാറായി. ദസറയ്ക്ക് സംക്രാന്തിക്കൊക്കെ ശേഷമുള്ള സമയത്താണ് ഞാൻ പോകുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്തു. ഒരു മാസം കഷ്ടിയായപ്പോഴത്തേന് ഒരു ദിവസം രാവിലെ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇന്ന പോലെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ജിജി പാസ്റ്റർ കൊണ്ടുവന്നു. ജിജി പാസ്റ്റർ എന്ന് പറയുമ്പം ജിജി ഡാനിയൽ എന്ന് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ചർച്ച് ഓഫ് ഗോഡിലെ സുവിശേഷകനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ 3 വർഷക്കാലം ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നപ്പം ഞങ്ങളുടെ ചർച്ചിലെ സഭാ പാസ്റ്റർ ആയിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് ശുശ്രൂഷ മതിയാക്കി ദൂരത്ത് നാട്ടിൽ എവിടെയോ പോയി, എവിടെയാണെന്നൊന്നും അറിയത്തില്ല, വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒരിക്കൽ വിളിക്കുമായിരുന്നു. അങ്ങനെ അറിയാം. എന്റെ വിവാഹം നടന്നിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാ ഇത് നടന്നേന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു, അദ്ദേഹം പഞ്ചാബിന് പോയെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് അന്നേരം പഞ്ചാബി സുവിശേഷ വേല ചെയ്യാം. അപ്പൊ അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു വീടിലെ വിശ്വാസിയുടെ ഭവനത്തിന്റെ പണി തീർന്നുകൊണ്ടിരുന്നപ്പം ആ പണിയുടെ പെയിന്റിംഗ് ഒക്കെ എന്റെ ഹസ്ബൻഡാ ചെയ്ത്. അദ്ദേഹം നല്ലൊരു പെയിന്ററും കൂടെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ എല്ലാം പൂർത്തിയാക്കിയപ്പോ വീട്ടുകാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഗൃഹപ്രവേശം ഒരു കൺവെൻഷനായിട്ട്, നമുക്ക് ചെറിയൊരു മിനി കൺവെൻഷനായിട്ട് നമുക്ക് നടത്താം, കേരളത്തിൽ നിന്ന് ആരെയും ദേവദാസന്മാരെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സഭയിലെ പാസ്റ്ററായ വിനോദ് പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിനെ. അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആ വിനോദ് പാസ്റ്റർ തിരിച്ചു വിളിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല എന്റെ കൂടെ വേറൊരു ദേവദാസനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ആ വീട്ടുകാരോട് വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, ആ ഓക്കെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയാണ് അവിടെ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി വിനോദ് പാസ്റ്റർക്ക് അവിടെ ശുശ്രൂഷയില്ലായിരുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ജിജി ഡാനിയൽ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് മലയാളമേ അറിയത്തുള്ളൂ. അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിച്ചു. എൻ്റെ ഹസ്ബൻഡ് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പം കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞില്ല, കഴിക്കാൻ താല്പര്യമുണ്ട്. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഞാൻ അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പം ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് പറഞ്ഞു, വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാവരും ആങ്ങളെ എല്ലാം കൂടി ആലോചിച്ച് വീട്ടിൽ ചെന്ന് ഇവര് കണ്ടു. അപ്പുറത്ത് ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഇദ്ദേഹം അന്നേരം നാട്ടിലുണ്ട്. വീട്ടിൽ ചെന്നപ്പോ അച്ഛനും അമ്മയും ആങ്ങളെയും നാത്തൂനും കാര്യങ്ങളൊക്കെ അവര് ചെന്ന് കണ്ട് എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് അവര് തിരിച്ചു പോന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ടെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കണം, അതുകൊണ്ട് എന്നെ വിളിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അവരെന്നാ ചോദിച്ചെന്ന് പറഞ്ഞു, അവർക്ക് ഡിമാൻഡ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു പൈസയ്ക്ക് ഒരു ഡിമാൻഡ് അവർ ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് തന്നാൽ മതി എന്നാ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കണം, ഞാൻ ദിവസം എഴുതി വെച്ച് കൊടുത്തേക്കുന്ന 50,000 രൂപ എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങൾ ചെന്ന് സംസാരിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. തിരികെ ഞാൻ വീണ്ടും ഞാൻ അന്നേരം ഓർത്തും ഒരു ഏപ്രിൽ മാസത്തിലോടുകൂടിയ കല്യാണം ഉണ്ടാവുള്ളൂ, എനിക്ക് ഒരു 1.5 മാസത്തോളമൊക്കെ 2 മാസമൊക്കെ കാണും. അന്നേരം അത്രയും കൂടെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ ശമ്പളം കിട്ടുമ്പോ എന്ന് ഓർത്തുകൊണ്ടിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് പെട്ടെന്ന് കല്യാണം നടത്തിയിട്ട് പഞ്ചാബിന് പോകണം അങ്ങനെ പറഞ്ഞു. അന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവര് ഉടനെ അവരുടെ വീട്ടിലോട്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോവാന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഒരു ന്യൂ ഇയറിന്റെ ആ മാസം 2009 ന്യൂ ഇയറിന്റെ
ആ ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ആങ്ങളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെ പോയായിരുന്നു, സംസാരിച്ചായിരുന്നു. ഫെബ്രുവരി മാസം 6-ാം തീയതി നിശ്ചയവും ഫെബ്രുവരി മാസം 16-ാം തീയതി കല്യാണമാണ്. നീ വേഗം തന്നെ പോരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഏപ്രിൽ മാസം വരെയൊക്കെ നിൽക്കാന്ന്. അങ്ങനെ ഒന്നും എല്ലാ സ്കൂളുകാർക്ക് വിവാഹമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ മാസം പോലും അവര് കംപ്ലീറ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അവര് പറഞ്ഞു പോവല്ലേ, ഞങ്ങൾക്ക് ഇനി വേറെ ടീച്ചറെ വെക്കണം, എന്നാ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോന്നപ്പോ എന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിയുണ്ട്, അവളും പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് എന്നത്തേനും ഫെബ്രുവരി മാസത്തിന് കുറെ 10-20 ദിവസത്തിന്റെ കൂടെ താമസമുണ്ട്. അപ്പം ഒരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കണം. വീട്ടിലാരുടെ കയ്യിലൊന്നും പൈസയൊന്നുമില്ല. പിന്നെ കല്യാണത്തിനുള്ള എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ആ അച്ഛൻ പറഞ്ഞു 25 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഉള്ളി 25,000 രൂപ. അതവര് സമ്മതിച്ചു. അപ്പം അതിനുള്ള പൈസ അവരെങ്ങനെയും സംഘടിപ്പിക്കും. പിന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. എന്റെ ഈ 3,000 രൂപയുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം. അപ്പം 3,000 രൂപ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി കട്ടപ്പന ചെന്ന് എന്റെ എൻഗേജ്മെന്റിനുള്ളതും കെട്ടുകല്യാണത്തിനുള്ളതും എല്ലാതും കൂടി ഈ 3,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. 2 സാരി എടുത്തു, പിന്നെ അതിനനുബന്ധിച്ചുള്ള സാധനങ്ങൾ, ഒരു ബാഗ് എടുത്തു, ഒരു ചെറിയൊരു വേദവസ്ത്രം വാങ്ങിച്ചു, ചെരുപ്പെടുത്തു. എല്ലാം കൂടി 3,000 രൂപയില്. ഓർത്ത് നോക്കിയ ഫസ്റ്റ്. എങ്കിലും ദൈവം എന്റെ കല്യാണം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തിയിട്ടുണ്ട്. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ദൈവസ്ഥനിൽ വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ലേറ്റ് ആയാലും നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ജീവിതം ലഭിക്കും. ഒരിക്കലും കർത്താവ് നമ്മളോട് അനീതി കാണിക്കത്തില്ല. കാരണം നീതിയുള്ള ന്യായാധിപതിയാണ് ദൈവം. ദൈവനാമത്തിന് ഒരിക്കലും കളങ്കം വരുത്തുവാൻ കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണിത്. എന്റെ വിവാഹം നടന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു ഹസ്ബൻഡിനെയാണ് തമ്പുരാൻ എനിക്ക് തന്നത്. ഞാൻ അങ്ങേറ്റം ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഇത് 16-ാമത്തെ വർഷമാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് വരെയും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി അന്ന് മുതലുള്ള അതേ സന്തോഷവും സമാധാനവും ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾക്ക് പറയാനായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലങ്ങളോ അങ്ങനെ ഒന്നും എടുത്തു പറയാനായിട്ടില്ല. പക്ഷെ ഒരു ദൈവിക സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കാത്ത നാളെ ദൈവം ഞങ്ങൾക്ക് തരും എന്നൊരു വിശ്വാസം. അബ്രഹാം പറഞ്ഞത് കാണാത്തതിനെ കണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് അപ്രകാരം എന്നേലും ആരെങ്കിലും ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടോടുകൂടി സാമ്പത്തികമില്ലാതെയോ അങ്ങനെ എന്തെങ്കിലും ഇതോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസ്തയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മടുത്തു പോരുത്. ജനം തന്നെ പറയുന്ന ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല എന്ന്. താമസിക്കും തോറും നിങ്ങൾക്ക് ശ്രേഷ്ഠമായതും ലഭിക്കാൻ വേണ്ടിയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ എന്റെ വിവാഹത്തിന്റെ നിശ്ചയം നല്ല രീതിയിൽ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു. അതിനുശേഷം 16-ാം തീയതി ആയപ്പോൾ കെട്ടുകല്യാണമാണ്. അതിന് ഞങ്ങൾ പോയി. രാവിലെ തന്നെ അതിന് കെട്ടുകല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയം മുണ്ടിയർമ അവിടെ ടൗണിന്റെ ഭാഗത്തായിട്ട്, ടൗണിലല്ല, ഒരു വളവെങ്കലായിട്ടൊരു ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മെയിൻ റോഡിൽ കൂടെ ആൾക്കാരൊക്കെ വരുന്ന, അങ്ങനെയൊക്കെ വാഹനം വരുന്ന എല്ലാം കാണാണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 2 വിദേശികൾ ഇങ്ങനെ ഞങ്ങളുടെ ഈ കല്യാണം നടന്ന ഹാളിലേക്ക് കയറി ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വിദേശികൾ, നമുക്ക് അവരെ ചെന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിചയപ്പെടാനായിട്ട് ഞങ്ങൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവരെ പരിചയപ്പെട്ടിട്ട് എന്റെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു, വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വി ആർ ഫ്രം ഇസ്രയേൽ എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. എന്നാന്ന് ചോദിച്ചാൽ എന്നോട് ദൈവാത്മാവിനും മുന്നമേതനും ഒരു KJ ബാബു എന്ന് പറഞ്ഞൊരു ദേവദാസൻ, അത് എവിടുത്തുകാരൻ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മറ്റുള്ള പ്രാർത്ഥനകളിലൊക്കെയും പോലെ ഒരു IPC പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെന്നിരുന്നപ്പോൾ എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് കൂട്ടത്തിൽ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദൂതനെയല്ല, ഞാൻ നേരിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്, ഇങ്ങനൊരു വാക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അത് വന്നു, കർത്താവ് തന്റെ സാന്നിധ്യം അറിയിച്ചതാണല്ലോ. ഒന്നുമില്ലേ, എന്റെ ചെറിയ കല്യാണങ്ങളാണേലും അത് ഏറ്റവും മനോഹരമായിട്ട് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം തന്റെ സ്വന്തം സാന്നിധ്യം എനിക്ക് വേണ്ടി അറിയാം. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന് സ്വന്തം ജനമല്ലേ. അപ്പം അവരെ മറ്റൊരു രാഷ്ട്രത്തിൽ നിന്നും, ഒരു അമേരിക്കയിൽ നിന്ന് വരാമായിരുന്നില്ലേ, ബ്രിട്ടനിൽ നിന്ന് വരാമായിരുന്നില്ല, മറ്റേതെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് ആകാമായിരുന്നു. പക്ഷെ ഇസ്രായേലിൽ നിന്ന് തന്നെ 2 പേര് വന്നല്ലോ കർത്താവ്. അതെനിക്ക് വളരെ സന്തോഷവും വിശ്വാസത്തിനും കാരണമാകാനായിട്ട് ഇടയായിത്തീർന്ന ദൈവം തന്റെ വാഗ്ദത്തം എന്നോട് പറഞ്ഞ ആ വാക്ക് പാലിച്ചതല്ലോ ഓർത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി സന്തോഷിക്കും, സ്തുതിക്കുകയും ചെയ്യുന്നു. അവരോട് ഞങ്ങൾ പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കാനിരുന്നു.
അവർക്ക് നമ്മുടെ നാട്ടിലെ ആഹാര രീതിയൊന്നും പരിചയമൊന്നുമില്ല. എങ്കിലും കുറച്ച് അവർ സ്പൂൺ കൊണ്ടൊക്കെയാണ് അല്പം അല്പം ആഹാരം കഴിച്ച് പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങളെ തലയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ കടന്നുപോയത്. അപ്പൊ ദൈവം പറഞ്ഞു ഒരു കാര്യം പോലും അത് കള്ളമല്ല, തീർച്ചയായിട്ടും അത് നടക്കും എന്നുള്ളതിന് തെളിവാണത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട രീതി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങള് പഞ്ചാബിലേക്ക് കടന്നു പോവുകയാണ്. 16ാമത്തെ ദിവസം ഞങ്ങള് പഞ്ചാബിലോട്ട് പോയി. അപ്പം പഞ്ചാബിലോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ ഞങ്ങളോട് ഒരു മിനിസ്റ്റർ, ഒരു കൂട്ടർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു മാസം, ആദ്യത്തെ മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയില്ല. പിന്നീട് ഒരു മാസത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ. പിന്നെ അവിടുത്തെ ചൂടാണെങ്കിൽ പഞ്ചാബിന്റെ കാല ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ അതികഠിനമായിരിക്കും. ജമ്മുവിനോടൊക്കെ ചേർന്നുള്ള പ്രദേശമല്ല, പഠാൻകോട്ട്, മാധവ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങള്. അവിടെ ഹിമാലയമൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് നന്നായിട്ട് കണ്ടത്. അതൊക്കെ കാണാൻ എനിക്ക് പറ്റി. അപ്പൊ അവിടെ ചെന്ന ആദ്യത്തെ മാസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അല്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൊണ്ടൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഞങ്ങൾക്ക് 1500 രൂപ വാടക കൊടുക്കണം. അവിടെ ഒരു കൊച്ചു റൂം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു സ്റ്റൗ ഉണ്ട്, ഗ്യാസ് സ്റ്റൗ. അത് അറിയാവല്ലോ, ഈ സ്റ്റൗവിന്റെ സിലിണ്ടറിന്റെ മുകളിൽ തന്നെ സ്റ്റൗ വെച്ച് പാചകം ചെയ്യുന്ന ഹാഫ് സിലിണ്ടർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിലിണ്ടർ അവിടെ ഉണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ റൂമിനകത്ത്. കിടക്കാൻ ഒരു കട്ടിലോ ഒരു ബെഡോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഒരു തലയണയാട്ടെ അങ്ങനൊന്നുമില്ല. ഒരു 2-3 ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് ഞങ്ങൾ അവിടെ കിടക്കും. പിന്നെ ഗ്യാസ് സ്റ്റൗവെ വെച്ച് ഞങ്ങൾ ആഹാരം പാചകം ചെയ്യും. ആഹാരം പാചകം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. വളരെയധികം ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒത്തിരി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ സംഘടനയൊന്നും സഹായിച്ചില്ല. പിന്നെ ഒരിടത്തു നിന്ന് ഞങ്ങൾക്ക് വേറൊരു ആള് അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരല്പം പൈസ തരാനായിട്ട്. അന്നേരത്തേനും തണുപ്പിന്റെ കാലഘട്ടം വന്നു. തണുപ്പിന്റെ കാലഘട്ടം വന്നപ്പോഴത്തേന് എൻ്റെ കയ്യിൽ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കോട്ട്. അതിനൊന്നും തണുപ്പിനെ അതിജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ എനിക്ക് വേറൊരു കോട്ടും കൂടി വാങ്ങിത്തന്നു. പിന്നെ സോക്സ് വാങ്ങിത്തന്നു, കയ്യറ് വാങ്ങിത്തന്നു. അതൊക്കെ ഞാൻ നോക്കിയാൽ വെറും ലോ ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് അതൊന്നും ഇട്ടിട്ട് അവിടുത്തെ തണുപ്പിനെ പറ്റുന്നില്ല. എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ രജായി ഉണ്ട് പുതയ്ക്കാനായിട്ട്. ഈ ബെഡ് പോണക്കത്തെ ഒരു സാധനം രജായി, നിങ്ങൾക്കറിയാമായിരിക്കും അത്. അവരത് പുതച്ചാൽ അതിന് നല്ല ചൂടാണ്. പക്ഷെ നമുക്കത് വാങ്ങിക്കാനുള്ള പൈസയില്ല. നമ്മള് സാധാരണ ഒരു കമ്പിളിയുണ്ട്, അത് പുതച്ചാണ് നമ്മൾ കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആ തണുപ്പ് വരുമ്പോഴത്തേക്കും അവിടുത്തെ സ്ത്രീകളൊക്കെയും ചൂടുവെള്ളം കൊണ്ട് തന്നെ അവർ തറ തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതും എല്ലാം. മൈനസിലും താഴെ പോകും അവിടുത്തെ ഊഷ്മാവിന്റെ ഇത്. അപ്പം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ കുളിക്കുന്ന 3 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്. എന്താന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കി കുളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ല. മണ്ണെണ്ണ സ്റ്റൗവ്, അങ്ങനെ ഈ ഗ്യാസ് സ്റ്റൗവ് വെള്ളം ചൂടാക്കിയാണ് നമ്മൾ കുളിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, അവിടെ ഉള്ളവർക്കൊക്കെ റൂം ഹീറ്റർ ഉണ്ട്, റൂം ചൂടായിരിക്കാനായിട്ട്. നമുക്ക് ആരോ കുറച്ച് മണ്ണെണ്ണ തന്നു. അങ്ങനെ ഒരു മണ്ണെണ്ണ സ്റ്റൗവും സംഘടിപ്പിച്ച് ഞങ്ങൾ അവിടുത്തെ വെള്ളം ചൂടാക്കിയിട്ട് പെട്ടെന്ന് ക്ഷണത്തിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഈ സ്റ്റൗ ഓണാക്കി കുറച്ചു നേരം ഞങ്ങൾ ഒരു 10 മിനിറ്റോളം ഞങ്ങളുടെ റൂമിൽ വെക്കും. അപ്പൊ റൂമും ചൂടാകും, ഞങ്ങളുടെ ശരീരം ചൂടാകും. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ അങ്ങനെ അതുപോലെ വളരെ കഷ്ടതയിലൂടെയാണ് പഞ്ചാബിൽ ചെന്നപ്പോഴും ഞങ്ങൾ കടന്നുപോയത്. അതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സാമ്പാർ വെക്കണം, ചോറ് വെച്ചിട്ട് സാമ്പാർ വെക്കണം എന്നോർത്ത് പരിപ്പുണ്ട്, 2-3 പച്ചക്കറികളും ഉണ്ട്. മെയിൻ തക്കാളിയില്ലേ, മെയിനൊക്കെ തക്കാളിയൊക്കെ സാമ്പാറിന് മെയിനാണ്. അപ്പൊ എന്ത് ചെയ്യാൻ, ഇങ്ങനെ നിന്ന് എന്റെ ഹസ്ബൻഡ് എന്തിനോ വേണ്ടി വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു വന്ന് ഒരുപാട് വഴിയിൽ ഒരു തക്കാളി കിടക്കുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ കാലുകൊണ്ട് തട്ടിട്ട് എടുത്ത് നോക്കി, അതിന് ഒരു കേടുമില്ല, സാമാന്യം മുഴുത്തൊരു തക്കാളി. അപ്പൊ എന്റെ കൊണ്ട് തന്നു, ഒരു കേടൊന്നുമില്ല. അപ്പൊ ഞാൻ കഴുകി നമ്മള് ഇത് കറിക്കകത്തിട്ട് നമ്മള് സാമ്പാർ ഉണ്ടാക്കി. ഏത് വിധയാണെങ്കിലും നമുക്ക് സംഭവം ലഭിച്ചല്ലോ. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നത്. അങ്ങനെ ഒരുപാട് അത്ഭുതം. അന്നൊന്നും അൺലിമിറ്റഡ് അല്ല മൊബൈലിന്റെ റീചാർജ് ഒന്നും. 10 രൂപയുടെ റീചാർജ് അങ്ങനെ ഇത് ചെയ്യാമല്ലോ. അതിന് പോലും പൈസ അയക്കുമ്പം ഞാൻ ഓർക്കുന്നോട് ഒരു 3 പ്രാവശ്യം മറ്റോ എന്റെ ഹസ്ബൻഡ് 10 രൂപ വഴി കിടന്ന് കിട്ടിയിട്ടുണ്ട്. അന്നേരം മൊബൈലിനകത്തിടും. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വിളിക്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി. അന്നേരത്തേന് വളരെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്. നിലത്ത് കിടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. എങ്കിലും നിലത്ത് തന്നെയാ കിടന്നത്. എന്നിട്ട് എനിക്ക് അവിടെ മറ്റുള്ള ശാരീരിക ക്ഷീണങ്ങളൊന്നും എനിക്ക് അവിടെ ഉണ്ടായില്ല. ഞങ്ങൾ 7 മാസത്തോളം അവിടെ
പിന്നെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവശബ്ദം ഉണ്ടായി, വീണ്ടും തുടർന്ന് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട്, ഇനി ഞാനും ഇങ്ങനെയായിരിക്കും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും അതിന് അനുവദിക്കുന്നില്ല, ഒരു രീതിയിൽ നമുക്കൊരു പ്രത്യാശ ഇല്ലാത്തതുപോലെ. അപ്പൊ പിന്നെ തുടർന്ന് പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ഒരു വൈക്ലഭ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പാത്രം കഴിക്കുവായിരുന്നപ്പോ എന്നോടും ദൈവാത്മാ അങ്ങനെ പറഞ്ഞു, നിന്റെ ഭർത്താവിന് തുടർന്ന് പഠിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നു, അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്നോടും അങ്ങനെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹം ഒരു കൂട്ടുകാരനെ അന്നേരം ടെറസിന്റെ മണ്ടയിൽ തന്നെ ഇരുന്ന് വിളിച്ചിട്ട്, കോട്ടയത്തുള്ള കൂട്ടുകാരന്, അദ്ദേഹം പറഞ്ഞു അതിനെന്നാ കുഴപ്പം, എനിക്ക് പരിചയമുള്ളൊരു സാറുണ്ടെന്ന് പറഞ്ഞു. ആ കോട്ടയത്ത് തന്നെ റീച്ച് ഔട്ട് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ആ സെമിനാരിയിൽ MDന് പഠിക്കാനായിട്ട് അവസരം ഒരുക്കി. അങ്ങനെ ഞങ്ങളെ പിന്നെ തിരിച്ചു പോരുക, കേരളത്തിലേക്ക് തിരിച്ചു പോരാനിരുന്നപ്പോഴത്തേന് പൈസ വണ്ടിക്കൂലിക്കൊക്കെ ഞങ്ങളെ പലരും സഹായിച്ചാണ്, ഞങ്ങൾക്ക് 2 പാസ്റ്റർമാർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സഹായിച്ച് വണ്ടിക്കൂലിയും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ ഞങ്ങളന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ച് ചോറും പരിപ്പുകറിയും ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. കൊണ്ടുവരാനായിട്ടുള്ള അതുകൊണ്ട് അത് കേരളം വരെ നമ്മൾ എത്തണ്ടേ, അത്ര പഞ്ചാബിൽ നിന്ന് അവിടം വരെ പറഞ്ഞ കുറെ ദൂരം ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള അത്യാവശ്യ പൈസ എന്ന് പറഞ്ഞാൽ കയ്യിലുണ്ട്. ബാക്കി ഇപ്പൊ ഞങ്ങൾ പോരാറാ തുടങ്ങിയപ്പോഴത്തേനും ഒരു ആന്റി ഞങ്ങൾക്ക് കുറച്ച് ആലു കറി വെച്ചതും ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു വിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ പോകാനായിട്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ റെഡിയായി. 10:30 ട്രെയിൻ, രാത്രി 10:30. അപ്പോൾ ഒരു 8:45 ആയപ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ചക്കി ബാങ്ക് എന്നും പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേഷൻ, അവിടെ ട്രെയിൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഇരുന്ന് 10:30 ട്രെയിൻ, അങ്ങനെ നോക്കിയിരുന്ന് അവിടെ ചെന്ന് കുറെ സമയം കഴിഞ്ഞപ്പോൾ അറിയുന്ന വെളുപ്പിനെ 4:15 ട്രെയിൻ എന്ന്. അപ്പൊ അത്രയും സമയം ഞങ്ങൾ അവിടെ ഇരിക്കണം. എനിക്ക് അന്നേരം തന്നെ വിശക്കാൻ തുടങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ചോറ് കഴിച്ചിട്ട് പോകുന്നതല്ലേ. അപ്പൊ എനിക്കറിയാം നന്നായിട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങുന്നത്, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ പോക്കറ്റിന്റെ സ്ഥിതിയൊക്കെ എനിക്കറിയാം, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ കിടക്കാൻ ഈ ചാരുപഞ്ചുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനെ അവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ അവിടെ കിടക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. അദ്ദേഹം ചെന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ചായയും. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് പാരലേജിയുടെ 5 രൂപയുടെ പാക്കറ്റിന്റെ ബിസ്ക്കറ്റ് അത്. അപ്പൊ അത് എന്തുമാത്രം ഉണ്ടെന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് ഒരു ചായയുടെ ഗ്ലാസിന്റെ മുഴുവൻ പറയാലോ ഇത്രത്തോളം. ഞാനത് പെട്ടെന്ന് കുടിച്ചു തീർന്നു. പിന്നെ എനിക്ക് അത് കൂട്ടൊരു 5 പാക്കറ്റ് ഉണ്ടെങ്കിലും തിന്നാം, അത്രത്തോളം വിശപ്പുണ്ട്. പിന്നെ എന്നോട് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വെളുക്കോളം അവിടെ നിന്ന് ഇരുന്ന്, ഇദ്ദേഹം കഴിച്ചില്ല. 4:15 ആയപ്പോൾ ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. ട്രെയിനിൽ കയറിയിട്ടാണേലും ഞങ്ങൾക്ക് 2 പേർക്കും ബർത്ത് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ പുതയ്ക്കുന്നതൊക്കെയും ഭയങ്കര തണുപ്പാണ്, അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങളുടെ ബർത്തയിലൊക്കെ ഞങ്ങളുടെ ഉള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ വിരിച്ച് ഞങ്ങൾ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ഒരു അപ്പച്ചൻ കയറി. ആ അപ്പച്ചന് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. അദ്ദേഹം എന്തോ ചെയ്യുന്ന വെച്ചാൽ ഈ തറയിൽ സീറ്റിനടിയിൽ ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചു കിടക്കില്ല, അങ്ങനെ വിരിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കഷ്ടം തോന്നി. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് 2 ബർത്തിൽ നമുക്ക് ഒരെണ്ണം ആ അപ്പച്ചന് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഒരു ബർത്ത് ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നിട്ട് ഈ അപ്പച്ചന് ഈ ബർത്ത് കൊടുത്തു. അദ്ദേഹത്തിനുണ്ടായ സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതുവരെയായിട്ടും ടിക്കറ്റ് കൺഫേം അല്ല, അവിടെ ചെല്ലുന്നോണം വരെ കൺഫേം ആകുമോ എന്ന് അറിയാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞങ്ങളത് കൊടുത്തിട്ട് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ കിടന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കിടന്നിങ്ങനെ ഉറക്കം വരാറായിട്ട് ഇങ്ങനെ ഉറങ്ങി അരിച്ചെത്തും. ചെറിയ ട്രെയിനിന്റെ ഇടയിൽ കൂടെ വരുമല്ലോ തണുപ്പ്. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ മേത്തോട്ട് നല്ല ചൂടുള്ള ഒരു കമ്പിളി വന്ന് വീഴുക. ഈ അപ്പച്ചൻ ഞങ്ങളുടെ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന്, എനിക്കറിയത്തില്ല സത്യമായിട്ടും പറയും, ഇതുവരെ അത്രത്തോളം ചൂടുള്ള ഒരു കമ്പിളി ഞാൻ പുതച്ചിട്ടില്ല. അങ്ങനെ ഒരു കമ്പിളി ഞങ്ങളുടെ മേത്തോട്ട് അദ്ദേഹം ഞങ്ങളെ പുതപ്പിച്ച്, നന്നായി പുതപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അത് വീണതേ ഞങ്ങൾ ഓർക്കും. ഞങ്ങൾ സ്വർഗത്തിൽ കിടന്നുറങ്ങുന്ന പോലെ ഞങ്ങൾ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ അപ്പച്ചൻ എവിടെയോ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ ഇറങ്ങേണ്ട സ്ഥലത്ത് കേരള പോയപ്പോൾ ഞങ്ങളും പോന്നു. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ വന്നു. അതിനുശേഷം കുഞ്ഞുണ്ടായി. ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നായിരുന്നു. വീട്ടിലോട്ട് പോന്ന ഡോക്ടർ എന്നോട് പറഞ്ഞ അനുസരിച്ച് മെയ് മാസം ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരുന്നു ഡേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ചായിരിക്കും. ഞാൻ അങ്ങനെ ഓർത്തിരുന്നു. ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന വെച്ചു. വേറൊരു പാസ്റ്ററുടെ വീടിന്റെ സൈഡിൽ നിന്നോട് എന്റെ ഹസ്ബൻഡ് സൈഡിൽ നിന്നുള്ള ഒരു ദേവാസനം കൊണ്ടുവന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് വാക്കോടെ തന്നെ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വാ, 2 ദിവസം ഇവിടെ നിൽക്കാം, ഇങ്ങോട്ട് വരാനും പറഞ്ഞു വിളിച്ചു. അപ്പം
ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ബസ്സുണ്ട്. അപ്പൊ ഉച്ച കഴിഞ്ഞ സമയം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിന് കയറി കട്ടപ്പന വന്നു. അപ്പം ഈ, 9 മാസം തുടങ്ങി. കട്ടപ്പന വന്നിട്ട് അവിടുന്ന് നെടുങ്കണ്ടത്തിനുള്ള ബസ്സിന് കയറുന്നു. ആ നെടുങ്കണ്ടത്തിനുള്ള ബസ്സിന് കയറി. നെടുങ്കണ്ടത്തിനുള്ള ബസ് കയറിയപ്പോ 3/4% ഞാൻ നിൽക്കുകയില്ല. കാരണം അവിടെ ബസ്സിൽ ഭയങ്കര റഷായിരുന്നു. കയറാനായിട്ട് പറ്റത്തില്ലായിരുന്നു, ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കണ്ടക്ടർ വരാണ്ടും ഒക്കെ പറഞ്ഞ് ആ കൊച്ചിനെ ഒന്ന് ഇരുത്ത്, അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഇടകെട്ടി ഞാൻ ഇരുന്ന്. അന്ന് രാത്രി വീട്ടിൽ ചെന്ന് ഞങ്ങള് രാത്രിയിലും കുറെ നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കിടന്നു. നേരം വെളുക്കാറായപ്പോഴത്തെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചേട്ടന്റെ വൈഫിനോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവര് വണ്ടി വിളിച്ച് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി. ആ അന്നേരം തന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റ് ആക്കിയതിൽ പരിശോധിച്ചിട്ട് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷനതായിട്ട് സിസേറിയൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. അന്ന് പിറ്റേ ദിവസം അങ്ങനെ ഡെലിവറി ഉണ്ടാകുമെന്നൊന്നും ഓർത്തില്ല. സമയങ്ങൾ ഇനിയും ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇരുന്നു. അതിനുശേഷം 7:30 ആയപ്പോഴത്തേന് ഞങ്ങളുടെ മോൻ ജനിച്ചു. എനിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി. ഞങ്ങൾ അവന് ഡാനിയേൽ എന്നാണ് പേരിട്ടേക്കുന്നത്. ഇന്ന് ഡാനിയേൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ശേഷം എൻ്റെ വീട്ടിലേക്ക് വീണ്ടും വന്നു. വീണ്ടും വന്നതിന് ശേഷം ഈ MDന് പഠിക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. MDന് പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ഒരു കൂട്ടുകാരനോട് 3000 രൂപ കടം വാങ്ങിച്ചിട്ട് അവിടെ MDന് അഡ്മിഷൻ എടുത്തു. അവിടെ ചേർന്ന് പഠിക്കാനായിട്ട് പോയി. അപ്പം വെള്ളിയാഴ്ച തോറും, വെള്ളിയാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ടോ അവിടുന്ന് തിരിച്ചു വരും. അപ്പം ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പൈസ കൊടുക്കുമല്ലോ, അതിന് ഉള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്, പിന്നെ പാൽപ്പൊടി, പച്ചക്കറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മൾ എന്നും ഇങ്ങനെ വരുന്നതും ഭയങ്കര ചെലവല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ 3 വർഷം പഠിക്കണമല്ലോ, അവിടെയും നമുക്കൊരു ചർച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നോണ്ട് ദൈവഹിതം വന്നോണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ചർച്ച് ലഭിച്ചു. എട്ടാമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോട്ടയം എട്ടാമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു ചർച്ച് ലഭിച്ചു. അത് സ്വതന്ത്ര ചർച്ചാണ്. അവിടെ ചർച്ചായിട്ട് ആ 3 വർഷക്കാലം അവിടെ നിന്നു. MD പഠനം കഴിഞ്ഞു. തിരികെ ഞങ്ങൾ വീണ്ടും നോർത്തിലേക്ക് വന്നു. ആദ്യം പഞ്ചാബിലാണ്, UP-യിലായിട്ടാണ് പോകുന്നത്. UP-യിൽ അവിടെ ഒരു സ്കൂളിൽ, അതും ഒരു മിഷന്റെ സ്കൂളായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് അവര് ദൂരത്തെങ്ങാണ്ട, വെളിയിലെങ്ങാണ്ട് അവര് ശ്രദ്ധിക്കുന്നത്. അവിടെ ചെന്ന് അവിടെയും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാസ്റ്ററെ. എന്താ വെച്ചാൽ ആ സ്കൂൾ രാവിലെ തന്നെ സ്കൂളെല്ലാം അടിച്ചു വാരുകയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. പിന്നെ നേരത്തെ തന്നെ ആ സ്കൂളിന്റെ ഉള്ളിൽ തന്നെ അടുക്കളയുള്ളത്. നേരത്തെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് വേണമല്ലേ കുട്ടികൾ വരത്തില്ല. ഒരുപാട് കുട്ടികളൊന്നും അവിടെ ഇല്ലായിരുന്നു. അവർക്ക് പഠിക്കാനുള്ള അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ അവിടെ കറണ്ട് വളരെ വിരളമായിട്ട് വിളിച്ചു. കൗതുകം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കൊതുക്, അത്രത്തോളം വലിയ കൊതുക്. നമുക്കൊരു കൂളറില്ല, ഒരു ഫാൻ ഉണ്ടെങ്കിൽ അത് കറങ്ങുന്നില്ല, നമുക്ക് അകത്തെ മുറി കിടക്കാൻ പറ്റത്തില്ല. മുകളിൽ പോയി കഴിഞ്ഞാൽ കൊതുക് നമ്മൾ എടുത്തുകൊണ്ട് പോകും. അതേ സിറ്റുവേഷനായി. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അവിടുന്ന് മാറിയിട്ട് ഛത്തീസ്ഗഡിലേക്ക്. അന്ന് വെച്ചാൽ ഞങ്ങളെ ഛത്തീസ്ഗഡിൽ നിന്നൊരു ദേവദാസൻ ഞങ്ങളെ വിളിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, ഈയിടെ പോളിക്കിങ്ഡം സ്കൂൾ എന്നും പറഞ്ഞ് ജോസ് പാസ്റ്റർ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്കൂളിൽ പ്രശ്നമാണ്, RSS-കാർ അങ്ങേക്കിട്ട് ഞങ്ങളെ വിളിച്ച് അവിടെ ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ സ്കൂളിലും, അവർക്ക് സ്കൂളുണ്ട്, ചർച്ചുണ്ട്. ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടും ചെയ്തു. പിന്നെ സ്കൂളിലും പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, മോനെ അവിടെ ഞങ്ങള് നഴ്സറി അവിടെയാണ് പഠിച്ചത്. LKG-യും പഠിച്ചു. 2 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, തിരികെ പോന്നു കഴിഞ്ഞ് ആക്ച്വലി ബുദ്ധത്തിന് MD പഠിക്കണം എന്നൊരാശ ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയിട്ട് അതിന് സാമ്പത്തിക സ്ഥിതിയും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അന്നേരം അതില്ലായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു നമ്മൾ പോയിട്ട്. അതുകൊണ്ട് നമ്മൾ അത് ഉദ്യമം ഉപേക്ഷിച്ചു. അപ്പൊ നമുക്ക് തെലങ്കാനയിലേക്ക് ഒരു വിളി വന്നിട്ട് അങ്ങനെ തെലങ്കാനയിൽ പോയി അവിടെയും തെലുങ്ക് ചർച്ചാണെന്ന് പറഞ്ഞാലും അവിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പേര്, 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ദേവദാസന്റെ മോൻ ഒത്തിരി നല്ലൊരു ട്രാൻസ്ലേറ്റർ, നല്ലൊരു ദേവദാസനാണ്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ വേറെയും അസിസ്റ്റന്റ് ആയിട്ടുള്ളവരുണ്ട്, അവരൊക്കെയും ചെയ്യുമായിരുന്നു. അങ്ങനെ 7 വർഷം ഞങ്ങൾ തെലങ്കാനയിൽ നിന്ന്. തെലങ്കാന ഒത്തിരി നല്ലൊരു ദേശമാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. തെലുങ്ക് ഭാഷ ഇഷ്ടമാണ്, തെലങ്കാനക്കാരെ ഞങ്ങൾക്ക് ഇഷ്ടം. ഇന്ന് ഞങ്ങൾ തെലുങ്കിന്റെ വേദപുസ്തകം ഞങ്ങൾക്കുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം വായിക്കാൻ അറിയാം. എനിക്ക് അത്യാവശ്യം ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കാം, പക്ഷെ നന്നായിട്ട് ഞാൻ തെലുങ്ക് സംസാരിക്കാം. മോനും പഠിച്ചായിരുന്നു, ഇപ്പം മറന്നു പോകുന്നു. ഇപ്പം അവൻ ഹിന്ദിയാണ് കൂടുതലായിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ 7 വർഷക്കാലം ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാം അങ്ങനെ ഞങ്ങൾ ഓർത്തിരുന്ന. സിസ്റ്റർ കുറച്ചുനാള് പിന്നെ ആന്ധ്രാപ്രദേശിൽ ജോലിയൊക്കെ ചെയ്തപ്പോഴേ തെലുങ്കൊക്കെ പഠിച്ചു കാണുമല്ലോ അല്ലേ?
പഠിച്ചായിരുന്നു പാസ്റ്റർ, പഠിച്ചായിരുന്നു. അതെ, അതൊരു പ്രയോജനമായി. അതെ തീർച്ചയായിട്ടും. അതെ അതെ സിസ്റ്ററെ, തെലുങ്ക് കേട്ടോ, തെലുങ്ക് ഭാഷ ഒത്തിരി നല്ലതാ പാസ്റ്റർ. അതെ, തെലുങ്ക് ഭാഷ ഒത്തിരി നല്ലതാ. ഒത്തിരി നല്ല ഭാഷ, അതെ, സുന്ദരമായ ഭാഷ. സാൻഡി ഓങ്കോളിലാണ് നേഴ്സിംഗിന് പഠിച്ചത്. ആണോ? സാബുച്ചാൻ നമുക്ക് സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. ചൈതന്യ സ്കൂൾ. ആണല്ലേ? ആണല്ലേ? ചൈതന്യ ശ്വേതയൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ചൈതന്യയിലാ സാൻഡി പഠിച്ചത്. ആണോ? എന്റെ ഹസ്ബൻഡ് ചേട്ടന്റെ മോൾ ഇപ്പൊ അവിടെയാ നഴ്സിംഗ് പഠിക്കുന്നു, ശരി ചൈതന്യ. ശരി, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് അവിടുന്ന് ഞങ്ങള് തെലങ്കാനയിൽ നിന്ന് കോവിഡ് മുഖാന്തരം അവിടുന്ന് മാറി വീണ്ടും ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് വന്നു. ഛത്തീസ്ഗഡിൽ കവർദേ തന്നെ 2 വർഷം നിന്നു. അതിനുശേഷം അവിടുന്ന് ഒരു ദൈവശബ്ദം വ്യക്തമായിട്ട് കേട്ടത് കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് മാറി ഈ ഗ്രാമമായ ഇവിടെ, ഇതിന്റെ പേര് ബഡ്ഗാവ് എന്നാണ്, സാരംഗഡ് ഡിസ്ട്രിക്ട്, ഇതിൽ ബഡ്ഗാവിലേക്ക് ഞങ്ങൾ വന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായും സ്കൂളിൽ നിന്ന് ഇറങ്ങി, നീ സ്കൂളിൽ ഇപ്പൊ കയറുന്നില്ല, ദൈവവേല തന്നെ അങ്ങനെ നോർത്ത് നിന്ന്. പിന്നെ ഞാനൊരു ചെറിയൊരു സ്കൂളിൽ, വളരെ ചെറിയൊരു സ്കൂളാണ് അത്, 100 പിള്ളേരിൽ താഴെയുള്ള അവിടെ. അപ്പൊ അതിൻ്റെതായ ഒരു വരുമാനം എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഈ ആശാദി ചാനലിലൂടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു പാസ്റ്റർ, ഒത്തിരി അനുഗ്രഹമാണ്. കാരണം കഴിഞ്ഞ ജൂലൈ ഞങ്ങൾ ഇവിടെ വരുമ്പം ഞങ്ങൾ ഒത്തിരി ഞങ്ങള് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നുമില്ലായിരുന്നു. ഏതാണ്ട് കേവലം 1000 രൂപ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളായിരുന്നു ഇവിടെ വന്നു നിന്നപ്പോൾ. അപ്പൊ കൊച്ചിനെ എവിടെയെങ്കിലും സ്കൂളിൽ വിടണമെന്നുള്ള ഞങ്ങൾ ഭയങ്കര ആശയായിരുന്നു. അപ്പം അവന് CBSE സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. തന്നെ അവൻ ഇതുവരെയും പഠിച്ചതൊക്കെയും നല്ല നല്ല സ്കൂളാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായി നടത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഞാൻ പോയപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സ് വല്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അത് തന്നെയല്ല, അവിടെ 8 വരെയുള്ളൂ തന്നെ. അപ്പൊ അടുത്തെങ്ങും ഒരു നല്ല സ്കൂളില്ല. 30 കിലോമീറ്റർക്ക് അപ്പുറത്തുള്ളതാണ് ഒരു സ്കൂളുള്ളത്. അപ്പൊ അവിടെ പോകാനായിട്ടുള്ള നമ്മളിങ്ങനെ പിന്നെ എവിടെ പോകുന്നു എങ്ങനെയൊന്ന് ഓർത്ത്, എങ്ങനെ പോയി അഡ്മിഷൻ എടുക്കുമെന്നൊക്കെയും ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇതിനു മുമ്പേ ഇവനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കണം പപ്പ, എനിക്കൊരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയായിരുന്നു. അദ്ദേഹം പറയുന്നു, നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക, ദൈവം അങ്ങനെ തന്നെ നടത്തുമെന്ന് പറയും. അങ്ങനെയാണ് ആശാദി ചാനലിലൂടെ ഒരു ദിവസം വേറൊരു സിസ്റ്ററിന്റെ സാക്ഷ്യത്തിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടതാണ് എന്റെ ഹസ്ബൻഡ്. അത് പാസ്റ്റർ കണ്ടിട്ടാണ് എന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിത്തമായിരുന്നു പാസ്റ്റർ ഇത്. കാരണം എന്നോട് 2-3 വട്ടം പറഞ്ഞു, എടി ഫിന്നി പാസ്റ്റർ അദ്ദേഹം അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് സാക്ഷ്യം പറയാം. സാക്ഷ്യം പറയുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്ക് അതിന് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയുന്ന അല്ലാതെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല പാസ്റ്റർ. അതിനുശേഷം തന്റെ സാക്ഷ്യം ഈ ആശാദി ചാനലിലൂടെ പറയാൻ അവസരം ഉണ്ടായി പറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ പാസ്റ്റർ ഒരു 3000 രൂപ ഞങ്ങൾ കിട്ടുമെന്ന് പാസ്റ്റർ അക്കൗണ്ടിലേക്ക്. അതിന് ഞങ്ങൾ കൊടുത്ത വില എന്ന് പറഞ്ഞ 3000 അല്ല, 30,000 അല്ല, 3 ലക്ഷം രൂപയോളം പാസ്റ്റർ. അത്രത്തോളം വാല്യൂ ഞങ്ങൾ അതിന് കൊടുത്തു. കാരണം ഞങ്ങൾ അത്രത്തോളം അത്യാവശ്യത്തിലായിരുന്നു ഞങ്ങൾക്ക് ആ പൈസ ലഭിച്ചത്. സാറിന്റെ ഹാൻഡ്, ബ്ലസ്ഡ് ഹാൻഡാണ്, ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ സാറേ. കാരണം അത് അന്നേരം ഞങ്ങൾ പെട്ടെന്ന് ഓർത്തു, ഈ 3000 രൂപ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും നമുക്ക് കുഞ്ഞിനൊരു അഡ്മിഷൻ എടുക്കാം, കൊച്ചിരി അത്യാവശ്യം 2-3 ബുക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അനേകര് എന്റെ ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. വലിയ വലിയ തുകകളല്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട ഓരോ തുക ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ വർഷത്തെ കുഞ്ഞിന്റെ പഠനം ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു പാസ്റ്ററെ. ഞങ്ങൾ ഫീസ് കടവില്ലാതെ അവന്റെ അഡ്മിഷൻ പോയി അവിടെ നിന്ന് എടുത്തു, കാര്യങ്ങളൊക്കെ നടത്തി. ഇനിയുമുള്ളത് തമ്പുരാൻ നടത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എനിക്കിതിലൂടെ സാക്ഷ്യം പറയുവാനായിട്ട് ഇതാണ്. ഞങ്ങൾ വീണ്ടും ബഡ്ഗാവിൽ തന്നെയായിരിക്കുന്നു. എൻ്റെ സ്കൂളിലെ കുഞ്ഞ് അവിടെ അടുത്ത് ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കെല്ലാം വെളിയിൽ മീറ്റിംഗ് കിട്ടുമ്പോൾ അതിന് പോകും. അതിലൂടെ കിട്ടുന്ന വരുമാനം ഞാൻ ഈ ചെറിയ സ്കൂളിൽ പഠിപ്പിക്കുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ആശാദി ചാനലിന് ഇനിയും ദീർഘായുസ് ഉണ്ടാകട്ടെ. ദീർഘായുസോട് നിങ്ങൾക്ക് അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്ററെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് സിസ്റ്ററെ, നോർത്ത് ഇന്ത്യയിൽ ഒക്കെയുള്ള ദൈവദാസന്മാരെ നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലെ ചില പാസ്റ്റർമാരെ നമ്മൾ സാക്ഷ്യം പറയാൻ വിളിച്ചാൽ പോലും അവർ വരത്തില്ല. അവർക്കിതൊന്നുമല്ല ശ്രദ്ധ. ഞാൻ ചില ദൈവദാസന്മാരെ വിളിച്ച് ഞാൻ മടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അവരോടൊരു സാക്ഷ്യം പറഞ്ഞാൽ പോലും പാസ്റ്ററെ സമയമില്ല. അങ്ങനെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി പേർക്ക് ആശാദി ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, നമ്മളൊരു സാക്ഷ്യത്തിനെ ആളുകളെ പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞ് വിളിച്ചാൽ പോലും വരത്തില്ല അവർ. കാരണം അവർ ഈ ഗ്രാമങ്ങളിൽ, ഇപ്പം ഒറീസയിലുള്ളൊരു ദൈവദാസനെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം പറയും, പാസ്റ്ററെ ഞാൻ 2-3 ദിവസം താമസിച്ചിടത്ത് നെറ്റൊന്നും കിട്ടുന്നില്ല. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ഭയങ്കര മഴയാണ്, ഇവിടെ നെറ്റൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
എന്ത് കഷ്ടത സഹിച്ചാൽ നമ്മുടെ ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അവർക്ക് ഈ പറഞ്ഞ മീഡിയയായി വരുന്നതോ അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്ന ഒന്നും അവർക്ക് വിഷയമല്ല. അല്ലെങ്കിൽ അവർ ഈ ഒറീസയിലും ബീഹാറിലും പോയി കിടക്കത്തില്ല. കിടക്കുമോ? ഛത്തീസ്ഗഡിലൊക്കെ പോയി കിടക്കത്തില്ല. കിടക്കുമോ? ഇല്ല. പബ്ലിസിറ്റി കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് പാസ്റ്റേ, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു മുമ്പേ ഈ ചാനലിലൂടെ അനേകർ സാക്ഷ്യം കേട്ടപ്പോൾ അവർക്ക് ജീവിതത്തിൽ ലഭിച്ച ആ ദൈവം ചെയ്ത ആ നന്മകൾ ഓർത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ബലമായി, നമുക്കൊരു വിശ്വാസം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായി. അതെ അതെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റായ്പൂരി വന്നപ്പോൾ ജോസ് പാസ്റ്ററെ കണ്ടിരുന്നു അവിടെ വെച്ച്. അതിനുശേഷം അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായത്. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തെ ഇതിനു മുമ്പും ഒരു ആഴ്ചത്തോളം ഇതിനു മുമ്പും അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ സംസാരിച്ചിരുന്നു. അന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും നിങ്ങളെയൊക്കെ കർത്താവ് ഉപയോഗിക്കട്ടെ. നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രേക്ഷകരോട് ഞാൻ പറയുക, ഈ സിസ്റ്റർ സാക്ഷ്യത്തിൽ നിന്ന് ഒരു നമ്മൾ മനസ്സിലാക്കണം, ഒരു സാധാരണ കുടുംബം എന്നല്ല, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നു. വിവാഹം, പിന്നെ ജീവിതം, ഭാവി, ഇതൊക്കെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള എത്രയോ പെൺകുട്ടികൾ ഇന്നുമുണ്ട്. ഇന്നും കേരളത്തിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത, കേരളം ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്ന ഏക സംസ്ഥാനമാണ് എന്നൊരു വാർത്ത ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഞാൻ കണ്ടു. അതായത് നമ്പർ 1 നിൽക്കുക നമ്മൾ കേരളം, ദാരിദ്ര്യമില്ലെന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ എന്ന് ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുക. ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ കണ്ട വാർത്ത, ദാരിദ്ര്യമില്ലാത്ത നാട് കേരളം. എത്രയോ പേര് ഇന്നും വിവാഹം, ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെടുന്നവർ കേരളത്തിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും ഒക്കെ ഇങ്ങനെ പറയും, ഗവൺമെൻറ്റുകൾ അതിൽ അഭിമാനിക്കും, അതൊക്കെ ശരി. പക്ഷേ സിസ്റ്റർ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടപ്പോൾ നമ്മുടെ വിശ്വാസി പെൺകുട്ടികൾ തന്നെ എത്രയോ പേര് കണ്ണുനീരൊഴുക്കുന്നു, വിവാഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവം എങ്ങനെയാണ് വിടുവിച്ചത്? ഏറ്റവും തക്ക തുണയെ ജീവിതത്തിൽ ദൈവം കൂട്ടിയിണക്കുവാനിടയായി തീർന്നു. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അവരൊന്നിച്ചായിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് പഞ്ചാബിൽ പോയി കടന്ന ആ ഒരു കട്ടിലില്ല. ഞങ്ങൾ ഇവിടെ മീരാ റോഡിൽ തുടങ്ങിയതും അങ്ങനെയായിരുന്നു. സത്യത്തിൽ അത് സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സൈഡിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. സത്യത്തിൽ സാൻഡിയെ സമ്മതിക്കണം. കാരണം ഞങ്ങൾ ആ സാഹചര്യത്തിലൊന്നും കഴിഞ്ഞപ്പോൾ ഒരു പരാതി പോലും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചത് പാസ്റ്ററെ അല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിക്കാരത്തി നേഴ്സായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞങ്ങളൊരു ടാക്സി പിടിച്ചാണ് മീരാ റോഡിൽ വന്നത്, ബൈന്ദറി വന്നത്. ഒരു ടാക്സിയിലുള്ള സാധനമേ ഉള്ളായിരുന്നു. ആ സാധനം ഒരു വാടക വീട്ടിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ട് ഒരു വാങ്ങിച്ചുകൊണ്ട് വന്ന്, പിന്നെ 1-2 കസേര അല്ലേ, 1-2 പ്ലാസ്റ്റിക് ചെയറും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ജീവിതം ഈ പട്ടണത്തിൽ ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങളുടെ ആദ്യത്തെ കട്ടിൽ കിട്ടുന്നത് സാൻഡി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് അല്ലേ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ കട്ടിൽ കിട്ടുന്നത്. അപ്പം കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നത് നിലത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടാക്സിയിൽ വന്ന ആളുകൾക്ക് ഒരു ഉന്തുവണ്ടിയിലുള്ള സാധനമായി, ഹാത്ത് ഗാഡി എന്ന് പറയത്തില്ലേ, അതേലുള്ള സാധനമായി. അങ്ങനെ ആ ഉന്തുവണ്ടിയും കൊണ്ട് വരുമ്പോൾ ഞങ്ങളെ പരിചയമുള്ളൊരു അച്ഛന് എന്നെ അന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ വീട്ടിലൊരു പഴയ കട്ടിലിരിപ്പുണ്ട്, പാസ്റ്റർ എടുത്തോളാൻ. അങ്ങനെ ഒരു ഇരുമ്പ് കട്ടിൽ ആദ്യം കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ സിസ്റ്റർ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നോർത്ത് ഇന്ത്യയിലുള്ള ദേവദാസന്മാരൊക്കെ ഇങ്ങനെയൊക്കെ അവരുടെ ശുശ്രൂഷ തുടങ്ങിയത്. ഇന്ന് പല ദേവദാസന്മാരെയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചർച്ചും വീടും അതുപോലെ തന്നെ നല്ല ചർച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ കൊടുത്തൊരു വിലയുണ്ട് അല്ലേ ജീവിതത്തിൽ. നിശ്ചയമായിട്ടും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം കർത്താവ് തരും. ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ സിസ്റ്റർ എന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചർച്ചിലായിരുന്നപ്പോ ഒരു വ്യക്തി പറഞ്ഞില്ല, സതിയോട് ഏതെങ്കിലും മിസ് കോൾ അടുപ്പിച്ചിട്ട് പോകണമെന്ന്, ആരുടെയും കൂടെ പോകാൻ പറഞ്ഞൊരു വ്യക്തി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ സാക്ഷ്യത്തിലൂടെ പറഞ്ഞായിരുന്നല്ലോ, കേട്ടാന്നോ ഫസ്റ്റ്? അപ്പൊ അന്നേരം ആ വ്യക്തിയുടെ മുമ്പിൽ ഞങ്ങൾ കുടുംബസമേതം ഒരു ചർച്ച ഞങ്ങളെ വിളിച്ചപ്പം ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ മെയിൻ പ്രസംഗം എന്റെ ഹസ്ബൻഡ് ആയിരുന്നു.
അപ്പം എനിക്ക് എന്താ പറഞ്ഞ ധാന്യം വീഞ്ഞും അവർക്ക് ഉണ്ടായതിൽ അധികം സന്തോഷം അവരുടെ ഹൃദയത്തിൽ നൽകിയെന്ന് പറഞ്ഞ പോലെ, യോസേഫ് തന്റെ സഹോദരന്മാർ മധുരമായി പകരം വീട്ടി എന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ കടന്നുപോയി. ആ വ്യക്തിയുടെ മുൻപാകെ ഞങ്ങൾ കുടുംബസമേതം കൊണ്ടുചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞായിരിക്കാം, ഇനി നിന്നിട്ട് രക്ഷയൊന്നുമില്ല, ആരെങ്കിലും മിസ് കോൾ അടുപ്പിച്ച് പോകാൻ പറഞ്ഞ്. അപ്പോൾ തമ്പുരാൻ മാനിച്ചു തോർത്ത് ദൈവത്തോട് എനിക്ക് ഒത്തിരി സന്തോഷവും കടപ്പാടും തോന്നിയ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം സിസ്റ്റർ. സിസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആശാദിച്ച അന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇത്രത്തോളം അവിടുന്ന് നടത്തി കർത്താവെ, വലിയ ഹല്ലേലൂയ. ബഹുമാന്യ ഫിനിയോഹനൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്ധ്യ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ദൈവത്രത്തോളം ഹല്ലേലൂയ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതുപോലൊരു ഉത്തരവാദപ്പെട്ട ഹല്ലേലൂയ ഒരു പ്രവൃത്തിക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവാന്ന് യേശു അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വരും ദിനങ്ങളും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വിശ്വസ്തയോടെ ഈ സേവ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവാത്മാവ് അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. തലമുറകളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർക്ക് ഈ ചാനലിലൂടെ പിന്നെയും എന്റെ അനുഭവ സാക്ഷ്യങ്ങളെ പറയുവാൻ, അതിലൂടെ അവർ ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ സ്തോത്രം. അടിയനെയും കർത്താവെ, ഇത്രത്തോളം സമയം ആശാദി ചാനലിലൂടെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ സ്തോത്രം. ചെയ്ത എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താദാസി സതി സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവം നിങ്ങളെ കുടുംബമായി ഇനി ഉപയോഗിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം കുടുംബമായിട്ട് പിന്നെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഒത്തിരി ഒരാൾ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു, മറ്റൊരാൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ ജോലിയോ ഫസ്റ്റ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ താങ്ക് യു സിസ്റ്റർ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.